ഹായ് ഗായ്സ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നിസാർ ഇൽത്തുമിഷാണ്. ആള് ഓഥറാണ്, ഒരു ട്രാവലറാണ്. 17 വയസ്സ് തുടങ്ങിയ ട്രാവൽ ജേണിയാണ്. ഇന്ത്യയിൽ, അക്രോസ് ഇന്ത്യയിലും പിന്നെ പുറത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യാത്രയെ പറ്റി ഇൽത്തുമിഷ ഒരു ബുക്ക് 3 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നൂറുൽ മുനീർ, പൂർണ്ണാനന്ദ, അഗർത്ത, കൊമ്മക്കായം എന്നുള്ള ബുക്കുകൾ ആൾ എഴുതിയതാണ്. പിന്നെ 2024 എസ് കെ പൊറ്റക്കാടൻ അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കേൾക്കാം. രക്ഷപ്പെടാൻ ഒന്ന് മരണം, ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മരിച്ചില്ല. ഭ്രാന്ത് ഓൾറെഡി എനിക്ക് ഭ്രാന്താന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ സമൂഹം കൂടി അംഗീകരിക്കുന്ന തരത്തിലുള്ള ലെവലിലേക്ക് പോയാലേ അവന് ഭ്രാന്തനാന്ന് പറയുള്ളൂ. അതും നടന്നില്ല. പിന്നെ തേർഡ് ഓപ്ഷനാണ് യാത്ര, ഒറ്റ പോക്ക്. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാനേ പാടില്ല. അങ്ങനെയായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ, അയാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് ഒരു കാരണം ഒന്നും പറയാതെ കൂടെ തൻ്റേതല്ലാത്ത കാരണത്താൽ പറയും പോലെ നാട് വിട്ടുപോയ ഒരാളാണ്. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏകദേശം +2 കഴിഞ്ഞിട്ടുള്ള ആ ടൈമാണോ? നാട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ടിക്കറ്റ് ഒന്നും എടുക്കാതെ അങ്ങനെ പോയി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്നിട്ട് എങ്ങോട്ടാ ടിക്കറ്റ് എടുത്ത്? ഇത് നമ്മള് ഗോവാണ് തുടങ്ങി. സത്യം പറഞ്ഞാല് ഞാനത് ഓർത്തില്ല കേട്ടോ. അവള് പറഞ്ഞിടയ്ക്ക് തുടങ്ങിയതുള്ള ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്നുവെച്ചാ ഒന്നും പ്ലാൻഡ് അല്ല, എന്താ ഏതാ ഒന്നും അറിയില്ലല്ലോ. നേരെ ഞാനും, അതായത് തലേ ദിവസം ഞാനിങ്ങനെ തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, എനിക്കിത് പറ്റൂല, സയൻസ് ഗ്രൂപ്പ് എനിക്ക് പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ തോന്നി. അങ്ങനെ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു, ഏതായാലും മരിക്കാനും പറ്റൂല, പ്രാന്തും ആവുന്നില്ല, അപ്പോൾ പിന്നെ യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഒരു സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. അവിടെ നിന്ന് ഒരു 100 രൂപ ഞാൻ പോയിട്ട്, അല്ല 500 രൂപ കടം വാങ്ങി. ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് തരും എന്ന് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങിയിട്ട് വരുമ്പോഴാണ് റഫീഖിനെ കാണുന്നത്. അപ്പോൾ റഫീഖിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ് കേട്ടോ എന്ന്. എങ്ങോട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ നാട് വിട്ട് പോവാണ്. അപ്പോൾ ചോദിച്ചു, എങ്ങോട്ടേ പോണത്? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ധാരണയൊന്നുമില്ല, ഒരു 500 റുപ്യ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നാളെ പോവാം, ഞാൻ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്, മരപ്പൊത്തിലും പിന്നെ മതിലിൻ്റെ പൊത്തിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഒക്കെ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റഫീഖ് എന്നൊരു കാര്യം, ഞാനും വരാമെന്ന് പറഞ്ഞു. എങ്ങോട്ടാന്ന് വിചാരിച്ചു, എങ്ങോട്ടാ അല്ലെങ്കിൽ വേണ്ടില്ല, ഞാനും പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഓനെന്താ പ്രശ്നമുള്ളതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പോരുകയാണെങ്കിൽ കൃത്യസമയത്ത് വരണം, കാരണം വെച്ചാൽ എപ്പോഴും ലേറ്റാ, ഒളിച്ചോടുമ്പോഴും ലേറ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ മുക്കം അഗസ്ത്യമൊഴി റോസ് തിയേറ്റർ ഉണ്ട്, അതിൻ്റെ പാലത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ എൻ്റെ വെയിറ്റിംഗ് പോയിന്റ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോണം ലേറ്റ് ആയിട്ടോ, അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചെങ്ങായി ആടിപ്പാടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓടി നേരെ ബസ് കയറി നേരെ പാളയത്ത് ചെന്നിറങ്ങി. പാളയത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി എത്തുന്ന സമയത്ത് 10 മണി എങ്ങാനും ആയിട്ടുണ്ട്, 10:15. അപ്പോൾ ഓടി ചെന്നിട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എങ്ങോട്ടാണെന്ന്. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ട്രെയിൻ നമ്പർ 6868 ഒക്കെ ഓർമ്മയില്ല, ആ ട്രെയിൻ അവിടെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ചോദിച്ചാൽ ആ ട്രെയിൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവർ പറഞ്ഞത് ട്രിച്ചി വഴി ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണെന്ന് പറഞ്ഞു. അപ്പോൾ റഫീഖ് പറഞ്ഞു, ചെന്നൈയിലേക്ക് എടുക്കണ്ട, നാട് ഇട്ടുപോകണം, എല്ലാവരും ചെന്നൈയിലേക്കാണ് പോകുക, അവിടേക്ക് നമ്മൾ പെട്ടെന്ന് തേടി വരും, ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് എടുത്തോന്ന് തന്നെ. അങ്ങനെ ട്രിച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഓടി ട്രെയിനിൽ കയറി. ആദ്യം തന്നെ ട്രെയിനിൽ കയറി ബാത്റൂമിൽ കയറിയിട്ട് വാതിലടിച്ച്, അതായത് ആരും കാണരുതല്ലോ നമ്മൾ. അങ്ങനെ ഭയങ്കര ടെൻഷനുണ്ട്, പഠിച്ചോനെ ഈ ട്രെയിനൊന്ന് പോയി കിട്ടുന്നതാണ്. 15 മിനിറ്റ് ഇങ്ങനെ അവിടെ ഹോൾട്ട് ഉണ്ട്, ആരെങ്കിലും പുറകെ വരുന്നുണ്ടോ ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ കുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുക, പഠിച്ചോനെ ഒന്ന് ട്രെയിൻ വേഗം പോയാൽ. അങ്ങനെ ഏകദേശം ഒരു കല്ലായൊക്കെ കഴിഞ്ഞ് ഒരു ഫറൂഖൊക്കെ എത്തിയ സമയത്ത് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ തുറന്ന് ഡോറിൻ്റെ അടുത്ത് വന്ന് നോക്കി, ആരോ ഉണ്ടോയെന്നില്ല. അപ്പോൾ പറഞ്ഞ്, ഇതാണ് നമ്മുടെ ലൈഫ്, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഇതൊരു ട്രെയിലർ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പിക്ചർ അബീബി ബാക്കി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നീടുള്ള 101 ദിവസങ്ങളും 101 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. നേരെ ട്രിച്ചിയിൽ പോയിട്ടാണോ ഇറങ്ങിയത്? ട്രിച്ചിയിൽ പോയി ഇറങ്ങി. ട്രിച്ചി ടു നാഗൂർ ടു നാഗപട്ടണം, നാഗപട്ടണം ടു വേളാങ്കണ്ണി ടു തിരുവാരൂർ ടു തഞ്ചാവൂർ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ട്രെയിൻ റൂട്ടിൻ്റെ എൻഡ് വരെ അങ്ങ് പോയി. അതോടെ പൈസയും തീർന്ന്. അവിടെ എത്തിയിട്ടാ പിന്നെ നോക്കുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുറേ കള്ളവണ്ടി കയറി അല്ലാതെ പോയി, പിന്നെ പൈസ ഇല്ല. ഉണ്ട്, തഞ്ചാവൂരിൽ നിന്ന് പിടിച്ചു. ഫൈൻ അടിക്കുക, ആകെയുള്ള പൈസ വെറുതെ അങ്ങ് ഡബിൾ ഫൈൻ കൊടുക്കേണ്ടി വന്നു, ഒറ്റ പ്രാവശ്യം മാത്രം.
പിന്നെ എങ്ങനെ വിചാരിക്കുക പഠിച്ചോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കാരണം ഇനി ജോലി ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുവരെ ഞങ്ങൾ ജോലി എടുത്തിട്ടാണ് ഈ പൈസ കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഏകദേശം എത്ര ദിവസമായിട്ടുണ്ട്? അപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോഴേക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ എത്തിപ്പെടുന്നത് ചിദംബരത്താണ്. അവിടെ വലിയ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, ചിന്നസ്വാമി സ്റ്റേഡിയം, ക്രിക്കറ്റ് സ്റ്റേഡിയം. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നടരാജ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളും ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താക്കുന്നത് വെച്ചാൽ 2 വഴിക്ക് പിരിയും, എന്നിട്ട് ജോലി അന്വേഷിക്കും. അണ്ണാ വേല ഇരിക്ക, അത് തമിഴ് ആകെ അറിയുന്നൊരു വാക്കതാ, അണ്ണാ വേല ഇരിക്ക, ഇല്ല അണ്ണാ വേല ഇരിക്ക. ഇതിങ്ങനെ എസ്പെഷ്യലി ഞങ്ങൾ ഹോട്ടൽസാണ് കേന്ദ്രീകരിക്കുക. അവിടെ ആകുമ്പോൾ ഭക്ഷണവും കിട്ടും താമസവും കിട്ടും. അങ്ങനെ എൻ്റെ ഊഴം കഴിഞ്ഞ് ഞാൻ ആ ടെമ്പിളിൻ്റെ ആ നടയിലൊരു ഇങ്ങനത്തെ ഒരു കവാടം പോലെ സ്ഥലമുണ്ട്, അവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ കിടക്കുക, നല്ല തലവേദന ഉണ്ട് എനിക്ക്. അപ്പോൾ റഫീഖ് ഓടി വന്നിട്ട് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് ജോലി കിട്ടിയെന്ന്. ചേച്ചി എവിടെ കിട്ടി അതൊന്നും പറയണ്ട ബാബാ. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഉടുപ്പി ശ്രീകൃഷ്ണ വിലാസം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, പഴയ ഹോട്ടലാണ്, കർണാടകക്കാരുടെയാന്ന് തോന്നുന്നു. അപ്പോൾ മുതലാളി മഹേഷ് എന്ന് പറഞ്ഞ ആളാണ്, അങ്ങേരെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കൂടി കയറി ചെന്ന്, അപ്പോൾ ഇതാണോ കൂട്ടുകാരെന്ന് ചോദിച്ചു. എന്താണ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ കോഴിക്കോട് നിന്നാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ വീട്ടുപേര് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളെ വീട്ടുപേര് ഇതാണ്, നമ്മളെ സ്ഥലം ഇതാണ്, ആര് ചോദിച്ചാലും മാറി പറയരുതെന്നൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞ് എന്താ പോരാൻ കാരണം എന്ന് വെച്ച്, വീട്ടിൽ നിന്ന് പോരാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ദാരിദ്ര്യം കഷ്ടപ്പാട് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു കൈ ഒന്ന് കാണട്ടെ എന്നാ. അയാൾ 2 കൈ ഇങ്ങനെ തടവി നോക്കി, ഇതുവരെ ഒരു ജോലി എടുത്തിട്ടില്ലല്ലോ ജീവിതത്തിൽ എന്ന് പറഞ്ഞേ. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടായിട്ടാണ്. അപ്പോൾ അല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, ആരും തേടി വരിക പ്രശ്നം ഇതൊന്നും ഉണ്ടാവും, ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല, ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടായതുകൊണ്ട് പോകുന്നത്. അങ്ങനെ പറഞ്ഞു ഓക്കെ എന്നാൽ ഇന്ന് മുതൽ ഇവിടെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ ജോലി അതാ ചെയ്തത്. അതെന്ന് വെച്ചാൽ വല്ലാത്ത പണിയാണല്ലോ. അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഏകദേശം നമ്മളൊരു 5 മണിക്ക് എഴുന്നേക്കണം, രാത്രി എനിക്കൊന്ന് 10 മണി വരെയൊക്കെ ഉണ്ടാവും വർക്ക്. അതായത് 14-15 മണിക്കൂർ ജോലിയായിരിക്കും, നിന്ന് പണി. എൻ്റെ ഓടണം നമ്മൾ. അതായത് ഇവിടെ മുതൽ ആറ്റം വരെ ഒരു റോ ഒരാൾക്കായിരിക്കും, മറ്റേ റോ വേറൊരാൾക്കായിരിക്കും. എനിക്ക് 5 മണിക്കാണ് ഡ്യൂട്ടി എങ്കിൽ റഫീഖിനൊരു 8 മണിക്കായിരിക്കും തുടങ്ങുക. ഷിഫ്റ്റ് ഒരുമിച്ചിടൂല. അപ്പോൾ ഞാൻ 5 മണിക്ക് തുടങ്ങിയാൽ എനിക്ക് ചിലപ്പോൾ നേരത്തെ 3 മണിക്കൂർ മുമ്പ് തീരും, ഓന് തുടങ്ങിയാൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും തീരുക. അങ്ങനെ പിന്നെ രാത്രി ഉറങ്ങുമ്പോഴാണ് പലപ്പോഴും ഞങ്ങൾ പോയി കിടന്നാണ്ട് വീട് ഉറങ്ങുന്ന അങ്ങനെ ഒരു സമയം. അവിടെ ഒരു ശരവണൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി, എല്ലാ ഹോട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ഇതില്ലാത്തൊരു പയ്യനാണ്. അപ്പോൾ ഈ ശരവണൻ്റെ പുതപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുക. ഞങ്ങൾ 2 അതൊരു പാവമായതുകൊണ്ട് അത് ഉറങ്ങുമ്പോൾ അതിൻ്റെ പുതപ്പെടുത്ത് ഞങ്ങൾ പുതയ്ക്കും. അങ്ങനെ കുറേ എൻ്റെ എനിക്ക് കുറേയൊക്കെ മറന്നുപോയി, ഞാൻ കുറേയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർമ്മകളെ. അതിൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ അടിയും പിടിയും. അവിടെ തന്നെ ഇല്ലല്ല, അവിടെ ഞങ്ങൾ ഒരു 5-8 ദിവസം കഴിഞ്ഞ് നിന്നു. ചാടി, അതായത് ശമ്പളം, അതായത് ഞങ്ങൾ ടുവേർഡ്സ് എൻഡാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഡെയിലി അല്ല, ആ മന്ത് എൻഡ് തുടങ്ങുമ്പോഴാണ് ശമ്പളം 1-ാം തീയതി. 30 രൂപയാണ് പെർ ഡേ ശമ്പളം. 30 രൂപ എന്ന് പറയും, ഞങ്ങൾക്ക് 2 കൂടി 700-750 റുപ്യാണ് ശമ്പളം കിട്ടിയത്. അത് ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ആയിരുന്നു അത്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ചാടി പിന്നെ ഇങ്ങനെ ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങൾ ആ പൈസയും ട്രെയിനിനൊന്നും പിന്നെ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇങ്ങനെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പോണ്ടിച്ചേരിയിലൂടെ ഒറീസ, കൊൽക്കത്ത, അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ആ ലെവലിൽ ഓരോ സ്ഥലത്ത് നിന്ന് പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി അങ്ങനെയായിരുന്നു. എന്നിട്ട് എവിടെ വരെ എത്തിയത്? അത് ഞങ്ങൾ കൊൽക്കത്ത വരെ എത്തി. കൊൽക്കത്തയിൽ നിന്ന് പിന്നെ തിരിച്ച് കൊൽക്കത്ത എത്തിയപ്പോഴാണ് കൊൽക്കത്തക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം വെടി തീർന്നിട്ടുണ്ട്. പിന്നെ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ പോകുന്നു. അവിടെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത മേഖലയാണല്ലോ തമിഴ്. നമ്മൾ അന്നൊക്കെ ഇവിടെ ബംഗാളികളൊന്നും വരുന്ന കാലമല്ല, അന്നൊക്കെ തമിഴന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിൽ പണിക്ക് വരുന്നത്. അങ്ങനെ കുറച്ച് തമിഴുമായിട്ട് കുറച്ചൊരു ബന്ധം ഉണ്ടായിരുന്നു. ഹിന്ദിയൊന്നും നമുക്കൊന്നും അറിയില്ല, കൊൽക്കത്തയിൽ പോയിട്ട് ബംഗാളി നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സർവൈവ് ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പട്ടിണി അല്ലായിരുന്നോ? പട്ടിണി എടുക്കലും
പിന്നെ എല്ലാ തരത്തിലുള്ള അടിപിടി എല്ലാം ഉണ്ടായിരുന്നു. ആ. ഒരു ഒരു ബ്ലോക്ക് ബാസ്റ്റർ മൂവിക്കുള്ള സ്റ്റോറി ഞാനത് ഔട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചതാ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പുസ്തകമാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആ അടിപിടി എല്ലാ ശരിക്കും ആ 101 ദിവസം തന്നെ മതി. 101 ദിവസം എൻ്റെ എന്താ രാമായണത്തിലൊക്കെ പോലെ കാണ്ടം റഫീഖോ റഫീഖിന് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? സെയിം തന്നെ, രണ്ടാള് ഏകദേശം ഒരേ അനുഭവത്തിലൂടെ കടന്നു. പിന്നെ ഈ ബിഗ് ബോസിലൊക്കെ കൊണ്ടിട്ട പോലെ ഞങ്ങൾ രണ്ടും മാത്രമല്ല, അപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ആര് ലീഡ് ചെയ്യും, ആര് ഒബേ ചെയ്യും, ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ അത് പിന്നെ അങ്ങനല്ലേ ആ ഒരു ബൗണ്ടറി അങ്ങനെയായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴോ പ്രശ്നം ഇവിടെ ആകെ സീനായിരുന്നു, അന്വേഷണങ്ങളും കാര്യങ്ങളും. അത് ആ സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. 17 years ആണ്. അപ്പോൾ ഒരു പാരന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാനൊരു പാരന്റ് ആയ സമയത്താണ് ഞാൻ ഓ മൈ ഗോഡ് അവരത്രയും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. തെരച്ചിലും ബഹളവും പോലീസും ഇതൊക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, കാരണം എങ്ങനെയായിരിക്കും വീട്ടുകാർ റിയാക്ട് ചെയ്യുക. ഫോൺ ചെയ്തിട്ടോ അറിയിച്ചിട്ടോ അതോ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോൺ കോൾസ് ഫ്രണ്ട്സിന്റെ വീട്ടുകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ട് എന്നൊക്കെ. പക്ഷേ അപ്പോഴൊന്നും ആ പോയി വരുന്നവരെ വീടിനെ കുറിച്ചുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവരുടെ ആ ഒരു മനോനിലയെ കുറിച്ചൊന്നും നമുക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തോ ഒരു വലിയൊരു ഇത് ചെയ്തു എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇവിടെ അപ്പോഴും എത്തിക്കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ വർഷങ്ങൾ ശേഷം ഇങ്ങനെ ഒരു മെച്യൂർഡായിട്ടുള്ള ഒരാളായി ഇരുന്ന് ഒരു മോളുടെ ഫാദറായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു എന്തുമാത്രം ആൾക്കാർ വിഷമിച്ചിട്ടുണ്ടാവും. തിരിച്ചു വന്ന് വണ്ടി ഇറങ്ങിയപ്പോ ബസ് ഇറങ്ങിയാ ചെയ്തത് അതോ കൂട്ടിക്കൊണ്ടുവരിക? അല്ല, ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വന്ന് അതായത് ബസ് കൊടുക്കാൻ പൈസ തികയാത്തോണ്ട് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്ന് ആ പൈസ വീട്ടുകാർ കൊടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കണ വിചാരിച്ചിട്ടുള്ളൊരു മടിയുണ്ടായിരുന്നു. കാരണം ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും, 20 വർഷത്തിന് ശേഷം വലിയ ധനികരായി തിരിച്ചു വരുന്നതാണ് കത്തെഴുതി വെച്ചത്. അപ്പോൾ കത്തെഴുതി വെച്ചിട്ടുണ്ട് വലിയ ആൾക്കാരായിട്ടാണ് വരികയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലൊക്കെ ഒസിയത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ ഇന്ന ആൾക്ക് പോവും, എൻ്റെ മറ്റേത് ഇന്ന ആൾക്ക് പോവും, ഫെദർ കളക്ഷൻ ഇന്ന ആൾക്ക്, ബുക്സ് ഇന്ന ആൾക്ക് എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. കസിൻസിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വന്നപ്പോഴേക്കൊക്കെ പോയി. അത് ഞാൻ വന്ന് തെരഞ്ഞു നോക്കിയപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ നല്ല ആൽബംസോ അന്നൊക്കെ അതൊക്കെ ആയിരുന്നല്ലോ ക്രേസി. ഫെദർ കളക്ഷൻ, കോയിൻ കളക്ഷൻ, സ്റ്റാമ്പ് ഇതൊക്കെ നശിപ്പിച്ച് ആരൊക്കെയോ എടുത്തോണ്ട് പോയി. അതൊക്കെ ഭയങ്കര ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യാ. ഇപ്പൊ ഫെദർ കളക്ഷൻ നൈസ് ആയിരുന്നോ? അത് പലതരം പക്ഷികളുടെ ഫെദേഴ്സ് ഞാനിങ്ങനെ പല ആൾക്കാരോട് നമ്മൾ പൈസ കൊടുത്തു അല്ലാതെയൊക്കെ കളക്ട് ചെയ്ത് പല രാജ്യങ്ങളിലുള്ള ഫെദേഴ്സ്, റെയർ ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെ ആഫ്രിക്കയിലൊക്കെ ഉള്ള പല പക്ഷികളുടെയും തൂവലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ 170 കൺട്രീസിന്റെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് ആൽബംസ് കുറെ ഉണ്ടായിരുന്നു. ഒക്കെ പോയി ഇപ്പൊ മഷിട്ട് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ വന്നപ്പോ ഒരു ബോധത്തിലേക്ക് വന്നപ്പോ ഞാൻ തപ്പി നോക്കി ഈ സാധനങ്ങളൊക്കെ ഇടയെന്ന്. അതൊക്കെ പോയി എന്ന് പറഞ്ഞ്. പിന്നെ വന്നിട്ട് എന്താണ് പിന്നെ എപ്പോഴാണ് ഒരു യാത്രനെ പറ്റി ചിന്തിക്കുന്നത്? അതിന് ശേഷം പിന്നെ യാത്രകളൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാല്. കുറച്ച് കാലം ഞാൻ ആ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയം എടുത്തു. നാട്ടുകാരെ ഫേസ് ചെയ്യണമല്ലോ. പക്ഷേ നാട്ടുകാർക്ക് അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. അവർ നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴേക്കും ആൾക്കാർ കസേരൊക്കെ പെറുക്കി കൂട്ടി ഒരു പറയും കൊൽക്കത്തയിൽ പോയി എന്തെങ്കിലും ചെറിയൊരു വാലും അറ്റമൊക്കെ കേട്ടിട്ടുണ്ടാവാൻ കൊൽക്കത്തയിൽ പോയപ്പോൾ ആ പാലത്ത് വന്ന് സംഭവിച്ച അതെന്തേനി, ഒറീസയിൽ പോയി അതിങ്ങനെ കേൾക്കണം ആൾക്കാർക്ക്. എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും ആ കഥ ഒന്ന് പറയും, ഈ കഥ ഒന്ന്. അന്നേ കഥ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ നറേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ കല്യാണ വീട്ടിലും അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടായ്മ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും കഥ കേൾക്കണം. അപ്പോൾ നമ്മൾ ഓരോ കഥകളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴാണ് യാത്ര പോകുന്നത്? അതായത് ഡിഗ്രി കോളേജ് ടൈമിലുണ്ടോ? കോളേജ് ടൈമിലൊക്കെ ഞാൻ ചെറിയ ചെറിയ യാത്രകൾ ഇങ്ങനെ തുടങ്ങി. കോളേജ് ട്രിപ്പ് പോലെ? കോളേജ് ട്രിപ്പ്. അതുപോലെ വീട്ടിൽ പറയാതെയാണ് അധികം ഓൾമോസ്റ്റ് ഓൾ ദ ട്രിപ്സ് പോയിട്ടുള്ളത്. എന്തെങ്കിലും ക്യാമ്പ് ഉണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ വരെ ഡൽഹി വരെയൊക്കെ അങ്ങനെ പോകും. ജസ്റ്റ് ട്രെയിനിൽ അങ്ങനെയായിരുന്നു അധിക യാത്രകൾ. അല്ലെങ്കിൽ എനിക്ക് ട്രെയിനിൽ എപ്പോഴെങ്കിലും ഒന്ന് കയറിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്.
എനിക്ക് ട്രെയിൻ അത്രക്ക് വീക്ക്നെസ്സാണ്. ഫ്ലൈറ്റ് ഇഷ്ടമല്ല. ട്രെയിൻ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. നല്ല ബോണ്ട് ഉണ്ടാക്കും. അതായത് ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് മനുഷ്യന്മാരുടെ സൗഹൃദം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരല്. അപ്പോൾ അതൊക്കെ ട്രെയിനിൽ മാത്രം കിട്ടുന്നൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ എന്താണ് ഇൽത്തുമിഷനെ പറയുന്നുണ്ട്, ഇൻട്രോവേർട്ടായിരുന്നു. അതെ, ഞാൻ ഭയങ്കര ഇൻട്രോ. ഈവൻ ഞാൻ ഇപ്പോഴും അങ്ങനത്തെ ഒരു ജീവിയാ. അപ്പൊ പിന്നെ ശരിക്കും ഈ പുറം ലോകമായിട്ടുള്ള അല്ല, ഇന്ററാക്ഷൻ അതായത് എന്റെ അറിയുന്ന നാട്ടുകാർക്കൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല. അതെന്താ ഞാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്നുകിൽ റൂമിൽ പോയി ഓടി ഒളിക്കുക, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറകിലൂടെ ഇറങ്ങി ഓടും. എനിക്ക് റിലേറ്റീവ്സിനോടോ അല്ല എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കുക. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഓക്കെ, സുഖമാണോ? ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചോദിക്കാനുള്ളത്? അതുകൊണ്ട് വൈഫ് ഹൗസ് പോകുമ്പോൾ ഇതാണ് പ്രശ്നം. ഒരുപാട് ഞാൻ ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ. അതായത് എന്താ സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൂടെന്ന് അറിയും. എന്ത് ചോദിക്കാനാ? ആളി വന്നു, ഓക്കെ സുഖം, ഇത്ര അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അങ്ങനെ എനിക്കിപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഏതെങ്കിലുമൊക്കെ ഫാമിലി അല്ലെങ്കിൽ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഞാൻ പെട്ടെന്ന് അവിടെ ശ്വാസം ഇങ്ങനെ ഇടിക്കും. ഒന്ന് ഇറങ്ങിയാൽ പോയാൽ മതി, ഒന്ന് വേഗം പോയാൽ മതി എന്നാണ്. അതേസമയം ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. അറിയാത്ത ആൾക്കാരുടെ ഇടയിൽ ഓക്കെയാണ്. അറിയുന്ന കുറച്ചെങ്കിലും നമ്മൾ അറിയുന്ന ആൾക്കാരുടെ ഇടയിലാണ് എനിക്ക് ഈ പ്രശ്നമുള്ളത്. പുറത്തൊക്കെ പോകുമ്പോൾ കംഫർട്ടബിൾ. ഓ, ഭയങ്കര കംഫർട്ടബിൾ. അവിടെ ആരും നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ. അതുകൊണ്ട് അവരുടെ കൂടെ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാനും ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. എന്നിട്ട് എന്താ ഫസ്റ്റ് പിന്നെ ലോങ് പോകുന്നത് കാശിയിലേക്കുള്ള ഫസ്റ്റ് യാത്ര എപ്പോഴാണ്? എനിക്കൊന്ന് PG കഴിഞ്ഞ ഉടനെയാന്ന് തോന്നുന്നു. PGക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോഴല്ല, പഠിച്ച ഉടനെ തന്നെ. ഫറൂഖിന്ന് നേരെ അങ്ങോട്ടായിരുന്നു, കാശിയിലേക്കായിരുന്നു പോയത്. അതിന്റെ മുന്നേ വലിയ യാത്രകൾ ഏതെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. രാജസ്ഥാൻ അതിന്റെ മുമ്പ് ഉണ്ട് കേട്ടോ. കുറച്ച് ബോംബെ പോയിട്ടുണ്ട്, രാജസ്ഥാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് 2 മാസമൊക്കെ പോയിട്ടുണ്ട്, സെൽഫ് ആയിട്ട് പോയിട്ടുണ്ട്. അല്ലാതെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ പോയിട്ടില്ല. ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ വരുന്നത് കാശി. അവിടെ ഞാൻ ഈ പറഞ്ഞ 2 months അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് രാജസ്ഥാനും പിന്നെ രാജസ്ഥാനിലെ കുറേ ജില്ലകളും വാരണാസി ഒരു 10-15 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പോവുകയും താമസിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വാരണാസി ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? ഭയങ്കര. വാരണാസി എന്താ പറയുക, ഞാൻ വന്നിട്ടുണ്ട് അവിടെ ഒരു പ്രാവശ്യം. എന്താണ് പക്ഷെ എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 3 ദിവസം റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു, ഫുഡ് പോയിസൺ അടിച്ചു. അത് അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടല്ലോ. ഇല്ലല്ലേ, പുറത്തുനിന്ന് കുടിച്ചെന്തോ വെള്ളത്തിലാണ് കുടുങ്ങിയത്. റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കാശി എല്ലാവർക്കും ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നാ പറയാ. മഹാദേവന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ കാശി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെയാണ് സ്ഥലമാണത്. അതെ, ഭയങ്കരം. ഞാനെപ്പോഴും പറയലുണ്ട്, കാശി ബ്യൂട്ടിഫുൾ അല്ല, ടെറിബിൾ ബ്യൂട്ടിയാണ്. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സൗന്ദര്യമാണ് കാശിക്കുള്ളത്. നമ്മൾ വലിയ താജ്മഹൽ കാണാൻ പോകുന്ന ആ ഒരു ഇതിൽ ഒരിക്കലും, അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിളിന്റെ ആംബിയൻസ് പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഒരു ഭംഗിയുണ്ട്. അതായത് നമ്മളൊരു ആരാധനാലയത്തിലോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പ്ലേസിലോ നമ്മൾ തേടി പോകുന്ന ശാന്തി, സമാധാനം, ഈ സാധനം അവിടെ ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു സാധനം ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഫസ്റ്റ് എന്നിട്ട് എങ്ങനെ കാശിയിലേക്ക് എത്തുന്നത്? ഡൽഹിയിൽ പോയ സമയത്താണ്. എനിക്ക് കാശി എന്താ അറിയില്ല, ചെറുപ്പം മുതൽക്കേ എൻ്റെ മനസ്സിൽ കാശി കിടന്ന് കൂടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വളരെ ചെറുപ്പം മുതൽക്കേ കാശിയിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഡൽഹിയിൽ എത്തിപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ അന്വേഷിച്ചു കാശിയിലേക്ക് എത്ര ദൂരമുണ്ട്. അപ്പോൾ ഒരു 12 കിലോമീറ്റർ ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ്. ഡൽഹിയിൽ എത്തിയപ്പോൾ നേരെ ഫസ്റ്റ് കാശിയാ പിടിക്കുക എന്നുള്ളതാണ്. മനാലിയിലെ അതൊന്നുമല്ല, കാശി ആയിരുന്നു. അവിടെ എന്താ ഉള്ളതെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പോയി ഞാൻ ആ മണികർണികയിൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ക്രിമേഷൻ കണ്ടിട്ടില്ല. ഹിന്ദു ക്രിമേഷൻ ഞാൻ കണ്ടിട്ടില്ല. അവിടെ എത്തുന്ന സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ക്രിമേഷൻ 100-200 ബോഡിയെ ഒരുമിച്ച് കത്തുന്നതാണ് ഞാൻ കാണുന്നത്. നേരെ കാണുന്നത് അതാ.
അതുകൊണ്ടായിരിക്കും എനിക്ക് അതിന് ഒരു ഇത് പിന്നെ തോന്നിയിട്ടേ ഇല്ല. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പറയും എടാ എങ്ങനെയാണ് ആ ശവങ്ങൾ കത്തുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുക, മണക്കൂലേ, അങ്ങനെയൊക്കെ ചോദിക്കും. എനിക്കൊരു സ്മെല്ലും ഫീൽ ചെയ്തിട്ടില്ല അവിടെ നിൽക്കുന്ന സമയത്ത്. പിന്നെ ഒരു പേടിയോ, ഞാൻ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ അവിടെ പോയിരുന്നിട്ട് എനിക്കൊരു കാരണം അത്രയും ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും, ഒരു തരത്തിലുള്ള പേടിയോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. വളരെ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ആ ശവങ്ങൾ ഇങ്ങനെ ഓരോന്ന് എടുത്തുന്നതും കത്തുന്നതും എടുത്തെറിയുന്നതും ഇതൊക്കെ ഇങ്ങനെ പകുതി വേവാകുമ്പോഴത്തെ അങ്ങനെ 24 മണിക്കൂറോടെ നടന്നുകൊണ്ടേയിരിക്കും. അതെ, കണ്ടിന്യൂസ് പ്രോസസ്സാ ആ ഒരു സ്ഥലം അല്ലേ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഒരിക്കലെങ്കിലും പോയി കാണണം എന്ന് ഞാൻ പറയുന്നത് അതാ. എന്താണ് ഈ കാശിയിലേക്ക് ഞാനിങ്ങനെ ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഞാനിങ്ങനെ ഓടി പോകുന്നത്. ഈവൻ ഞാനിനിപ്പം നെക്സ്റ്റ് ഈ മന്ത് ഇൻഷാ അല്ലാ ദുബായിൽ UAE പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഒരു കാശി യാത്ര ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഡെത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് എപ്പോഴും ഒരു പേടിയുള്ള ഒരു സാധനമാണല്ലോ എപ്പോഴും. അതാണല്ലോ വലിയൊരു ഫിയർ, മരിക്കോന്നുള്ള പേടി. അതെ, അപ്പൊ അതിനോടൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണല്ലോ. അതെ 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 അതെ. മരണം എന്നുള്ളത് ഒരു എന്താ പറയാ, ഇത്രേ ഉള്ളോ എന്ന് തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് കാശി. ആൾക്കാരൊക്കെ മരണം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഒരു വിറകുകൊള്ളിയൊക്കെ കൊണ്ടിടും പോലെ അങ്ങിട്ട് പോവുക, വേറൊന്നുമില്ല. കത്തിക്കുന്നു, തല പൊട്ടിക്കുന്നു, പൊളിച്ചെടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിനായിട്ട് ഒരു നഗരത്തിന്റെ സൈഡ് വേണ്ടിട്ട്. അതെ അതെ, മരണം കൊണ്ട് സമ്പന്നമായ നഗരമാണ് കാശി എന്ന് പറയും. ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ട് ഉള്ള ഇതേ ഉള്ളൂ. എനിക്ക് ഞാൻ ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ല. ഓൻ പറഞ്ഞ് ഓൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആ ഡെഡ് ബോഡി, ഓനെ ആ ഒരു എക്സ്പീരിയൻസേ കിട്ടിയിട്ടുള്ളൂ. ഡെഡ് ബോഡി ഇങ്ങനെ ഇതിലിങ്ങനെ ഒഴുകുന്ന ആ ഒരു സാധനം, ഒഴുകുന്നതും പട്ടിയും പൂച്ചയും കടിച്ചു പറിക്കുന്നതും അല്ല. അതായത് ഞാൻ ഇപ്പൊ എത്രയോ ഇന്റർവ്യൂല് പറഞ്ഞ ആൾക്കാർ വിചാരിക്കും എനിക്ക് തന്നെ എന്നാ നമുക്ക് മാറ്റി പറയാം. കാരണം ഞാൻ ഇത് നിങ്ങളെ ഇന്റർവ്യൂല് കുറെ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഇവൻ ഈ പറഞ്ഞ പോലെ ഈ ശവം കത്തിക്കണത് ഇത് മാത്രമേ പറയാണ്ടോന്ന് ചോദിക്കും. അതെ, അത് പോയി കാണേണ്ട സാധനം തന്നെയാണ്. എനിക്ക് താല്പര്യമുണ്ട്. കാശി എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമല്ലേ, മസ്റ്റ് ആയിട്ടും. ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായ നഗരങ്ങളിലൊന്നാണ് കാശി. അതായത് നമ്മളിപ്പോൾ ഒരു 6-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിലൊക്കെ എത്തിപ്പെട്ട പ്രതീതിയാണ് ആ ഗല്ലികളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയം. എനിക്കറിയണ്ട, കാശിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യല്? നേരെ പോയി റൂം എടുത്തിട്ട് സാധനമൊക്കെ ഇവിടെ വെച്ച് നേരെ മണിക്കർണിക്കയിലേക്ക് പോയിട്ട് ചീത്ത കത്തുന്ന ഇങ്ങനെ നോക്കി അതാണ് ചെയ്യാ, വേറെ ഒന്നും ചെയ്യല്ല. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇപ്പൊ എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി. അപ്പൊ അവരുടെ കൂടെ ഞാൻ തോണിക്ക് അക്കരെ പോകും. എല്ലാവർക്കും പോകാൻ പറ്റില്ല. അക്കരെ പോയ സമയത്താണ് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ പോലെ നാഗന്മാരെ പിന്നെ ഈ തല ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അവിടുന്ന്. അതായത് ഈ പുഴയുടെ അക്കരെ ചതുപ്പാ, തോണി കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അപ്പം നമ്മൾ ഇത്ര ആഴത്തിൽ ചളിയായിരിക്കും അവിടെ. അത് ചവിട്ടി മെതിച്ച് നമ്മൾ അക്കരെ എത്തുമ്പോഴേക്കും അവിടെ കൈ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവും, കാല് പൊങ്ങി കിടക്കുന്നുണ്ടാവും, തല ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, പിന്നെ ഫുൾ ബോഡി കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ കുറേ ബോഡി ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അത് ഇതെന്ന് വെച്ചാൽ ചിലരൊക്കെ ആത്മഹത്യ ചെയ്തതായിരിക്കാം, കൊന്നു തള്ളിയതായിരിക്കാം, ചിലർ ദഹിപ്പിക്കുന്നിടത്ത് നിന്ന് ഒഴുകി പോകുന്നതായിരിക്കും, അങ്ങനെ കത്തിക്കരിഞ്ഞത് എല്ലാ ടൈപ്പ് ബോഡീസും അവിടെ ഉണ്ടാവും. നമ്മളിവിടെയൊക്കെ എന്ന് വെച്ചാൽ അപ്പോഴേക്കും പോലീസ്, ഫോറൻസിക്, CBI, മറ്റേത് അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു സീനേ ഇല്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ കഴുത്തിലൊരു ചെറിയ കോടാലി ഉണ്ട്, അതെടുത്തിട്ട് ഈ കഴുത്ത് ഇങ്ങനെ വെട്ടും, ഈ ഒരു കശേരിട്ട് വെട്ടിയിട്ട് ആ തലന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ പൊളിച്ചിങ്ങോട്ട് എടുക്കും. ആ മുടിയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്, അതിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടും. കണ്ണിൻ്റെ അവിടെ ഒരു കമ്പി എടുത്തിട്ട് കുഴിച്ചിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ പുഴുക്കൾ മുഴുവൻ ഇങ്ങനെ വീണു പോകും. എന്നിട്ട് ഈ തലച്ചോറൊക്കെ അളിഞ്ഞു പോയിട്ടുണ്ടാവും. അവരെന്നിട്ട് ആക്സോ ബ്ലേഡ് എടുത്തിട്ട് അതിങ്ങനെ മുറിക്കുക ചെയ്യുക. അത് മുറിച്ച് അതിലാണ് അവർ ഭക്ഷണം കഴിക്കുക ഈ അവിടെ കൊണ്ടുപോയിട്ട്. ശരി, അപ്പോൾ ഡിസീസസ് ഒക്കെ വരാൻ സാധ്യത ഭയങ്കര കൂടുതലല്ലേ? എനിക്കറിയില്ല, ഡിസീസ് വരുമല്ല. അവരിത് ക്ലീൻ ചെയ്തിട്ട് അതിലാണ് ഈ കള്ളൊഴിച്ച് എനിക്കറിയില്ല. ഈ പൂജാദ്രവ്യങ്ങൾ, അത് ഈ അഘോരീസൊക്കെ അല്ലെങ്കിൽ നാഗസന്യാസിമാരൊക്കെ എപ്പോഴും കയ്യിലൊരു തലയോട്ടി കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്നാണ് കളക്ട് ചെയ്യുക. ഇഷ്ടംപോലെ കിട്ടും. അതിനെന്താ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം. അങ്ങനെ എക്സ്പ്ലോറേഷൻ അല്ലേ ഞാൻ ഫുഡിനൊന്നും അങ്ങനെ കഴിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഞാൻ ഫുഡ് നോക്കി പോവാ അങ്ങനെ ചെയ്യല്ല. എവിടെയാണോ എന്തൊരു കാണുന്നത് അവിടെ പോയിട്ട് കഴിക്കും. പിന്നെ ആൾക്കാരോടൊക്കെ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. സംസാരിച്ചിട്ടാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല.
അപ്പോൾ കഥകൾ കഥകൾ കേൾക്കും. ഒരുപാട് ലോക്കലായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കും ഒരുപാട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കുറേ ഇന്നറായിട്ടുള്ള വിഷൻ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്നത്. അവിടെ ഭയങ്കര രസമാണ് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ രാജസ്ഥാനിൽ പോയപ്പോഴാണെങ്കിലും അവിടെ പിന്നെ എന്തായിരുന്നു അയാളുടെ പേര്, എലോജിന്നോ എന്തോ പറഞ്ഞിട്ടൊരു ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. എന്തായിരുന്നു രാജസ്ഥാനിൽ എന്നാ പോയത്? രാജസ്ഥാനിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ എലോജി എന്നാന്ന് തോന്നുന്നു. അപ്പോൾ അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എലോജിയുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പമീശയൊക്കെ ഉള്ള ഒരു ദൈവമാണ്. അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത അയാളുടെ ലിംഗമാണ്. അതിങ്ങനെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് ഗോഡ് ഓഫ് സെക്സ് ആണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക ചെയ്യുക, ആണും പെണ്ണും ഒക്കെ അവിടെ പോയിട്ട് പിന്നെ ഈ സെക്ഷൽ പവറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് വെച്ചാൽ വലിയ ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതായത് ഓരോരുത്തർക്കും എങ്ങനെ പവർ വേണോ അതിനനുസരിച്ചുള്ള സ്റ്റിക്കാണ് അവർ പ്രതീകമായിട്ട് കൊണ്ടുപോകുക അവിടെ. എന്നിട്ട് അത് വെച്ചിട്ടാണ് അവരിങ്ങനെ പ്രാർത്ഥിക്കുക. അത് കയ്യിൽ വെച്ചിട്ട് ഒരു വടി ആ വടിയാണ് അവരുടെ ലിംഗം എന്നുള്ള സങ്കല്പത്തിൽ. അതിന് പവർ തരണേന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര ഡൈവേഴ്സ് ആണ്. ഇപ്പൊ നമ്മളത് പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ അത് അത്രയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന, അത്രയും ആത്മാർത്ഥമായിട്ട് അത് കൊള്ളുന്ന ഒരു ജനവിഭാഗമുണ്ട്. രാജസ്ഥാനിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പത്മാവത് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, ദീപിക പതുക്കോൺ, സഞ്ജയ് ലീലൻ്റെ. അത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ കർണീസേന ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്മാവത് അത് ഞങ്ങളുടെ രാജ്ഞിയെ അപമാനിക്കുന്നതിന് തുല്യാന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഘൂമർ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, ഘൂമർ. ആ സോങ് കണ്ടാൽ അറിയാം. അത് റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കര പ്രശ്നമായി. സോങ് ഔട്ടായ സമയത്ത് ഇപ്പൊ ദീപിക പതുക്കോന്റെ വയറിന്റെ ഈ ഭാഗം കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ലാന്ന്. അപ്പൊ ഇവരെന്തെന്ന് വെച്ചാൽ അത് ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് ഷോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ കവർ ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ബിഫോർ ആൻഡ് ആഫ്റ്റർ പത്മാവത് സോങ് ഒന്ന് അടിച്ചു നോക്കി, ഗൂമർ സോങ് അടിച്ചാൽ നമുക്കത് കാണിച്ചു തരും അവര്. ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്, വയറ് കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും എന്താ പറയുക, സ്ത്രീത്വത്തിന് വില കൽപ്പിക്കുന്നവരാണ് രജപുത്. അപ്പൊ രജപുത് സ്ത്രീകളെ മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അവരിങ്ങനെ പിന്നെ ഘൂംകട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ്, തട്ടം താഴ്ത്തി അതുവരെ വെയിലിങ്ങനെ താഴ്ത്തിയിട്ടിട്ടാണ് നടക്കുക. അങ്ങനെയും ഇത് കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീത്വം ഞാൻ ഞെട്ടിപ്പോയത് എപ്പോഴാന്ന് വെച്ചാൽ, ഒരു കല്യാണത്തിന്, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് അവര് ബരാത്ത് എന്ന് പറയും, ഈ വരൻ്റെ ഘോഷയാത്ര, പിന്നെ വിവാഹ ഘോഷയാത്രയ്ക്ക് ബരാത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ വരൻ്റെ അമ്മ, എല്ലാവരും വന്നിട്ടുണ്ടാവും കല്യാണത്തിന്, ഒരുപാട് ആൾക്കാർ തടിച്ച് മൂടിക്കുന്ന സ്ഥലത്ത് വരൻ്റെ അമ്മ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ബ്ലൗസ് അഴിച്ച് ഈ വരന് മുലയോട്ടണം. 10-25-30 വയസ്സുള്ള ആ മകനെയും മുലയോട്ടണം ഈ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ, നീ കല്യാണം കഴിച്ച് ഒരു പുതിയ പെണ്ണ് വരുന്നുണ്ട്, എന്നിരുന്നാലും ഞാനാണ് നിന്റെ അമ്മ, നിന്റെ മുല കുടിച്ചാണ് നീ വളർന്നത്, ഇപ്പോഴും നീ എനിക്ക് കുട്ടിയാണ് എന്നുള്ള കോൺസെപ്റ്റ് വിവരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ചെയ്യുന്നൊരു ചടങ്ങാണത്. അതൊക്കെ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ട് അത് കണ്ടിട്ട്. നോർത്തിലേക്ക് എന്താണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ അധികം എനിക്ക് സിറ്റിയിലൊക്കെയാണ്, എല്ലാ സിറ്റിയിലും ഇന്ത്യയുടെ ഒരു ആകെ സ്വത്താണ് ഉണ്ടാവുക. ഞാൻ ഒരിക്കലും സിറ്റീസിലോട്ട് പോകാറേ ഇല്ല. മോള് ചിലവരൊക്കെ മോളിലേക്ക് ഓടിപ്പോ, അവിടെ മോളുണ്ട്. മോളിന്റെ എല്ലാ ലോകത്തുള്ള ഏത് മോൾ എടുത്താലും അതിലൊരു എസ്കലേറ്റർ ഉണ്ടാവും, ഒരു ലിഫ്റ്റ് ഉണ്ടാവും, കുറെ ബ്രാൻഡ് ഷോപ്സ് ഉണ്ടാവും. ഇതൊക്കെ തന്നെയുള്ളൂ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഒരിക്കലും അവിടെ നമുക്കൊരു കൾച്ചർ കാണാൻ പറ്റില്ല. മിക്സ് എല്ലാ സിറ്റീസിലും ഇന്ത്യയുടെ മിക്സ് ആണല്ലോ. അവിടെ കേരളക്കാരുണ്ടാവും, എല്ലാ നാട്ടുകാരും ഉണ്ടാവും. ഇപ്പോൾ കൊച്ചിയിൽ പോയാലും ഉണ്ടാവും, എല്ലാ നാട്ടുകാരും ഉണ്ടാവും. ഒരു ഒറിജിനൽ ശരിക്കും അതിന്റെ കറക്റ്റ് സത്ത് കിട്ടണമെങ്കിൽ അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകണ്ടേ? ഗ്രാമങ്ങളിൽ പോകണം. അവസാനത്തെ ഗ്രാമം എന്ന് പറയണേ മാന, അവിടുത്തെ എക്സ്പീരിയൻസ് അമേസിംഗ് ആണ്. എല്ലാവരും മാനയിൽ പോയിട്ട് ഒരു ചായ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവരും പോകട്ടോ, മാനയിൽ പോയ ഒരു ചായക്കട ഉണ്ട്, അതാണ് എല്ലാവരുടെയും ലാൻഡ്മാർക്ക്. അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചിട്ടൊരു ഫോട്ടോ ഇടുന്നത് ലാസ്റ്റ് ടീഷർട്ട്. ഇപ്പോൾ അവർ റീനെയിം ചെയ്തിട്ടുണ്ട്, ദ ഫസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നാണ്. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാന്ന്, ഇതുവരെ ലാസ്റ്റ് ആയിരുന്നല്ലോ, ഇത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബദ്രീനാഥൊക്കെ പോകുന്ന സമയത്തെ
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ബദ്രീനാഥിൽ നിന്ന് ഏകദേശം എനിക്കൊന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മാനയിലേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു, അതായത് ഞാൻ എത്തിപ്പെട്ട, എനിക്ക് ഇപ്പോഴും അതൊരു ഡ്രീമാണോ എന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു നിമിഷം എൻ്റെ യാത്രയിൽ. അതായത് ഞാൻ വിൻ്റർ ആയാലും അവിടെ ക്ലോസ് ചെയ്യും, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന 6 മാസം മനുഷ്യന്മാരും 6 മാസം ദേവന്മാരുമാണ് അവിടെ ഉണ്ടാവുകയെന്നാണ് വിശ്വസിക്കുക. ബദ്രീനാഥിലൊക്കെ പൂജ ചെയ്യുന്നൊക്കെ ദേവന്മാരാണെന്ന് അവരുടെ സങ്കല്പം. അതായത് മഞ്ഞ് കാരണം മനുഷ്യന്മാർക്ക് കയറാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ സയൻസ്. അങ്ങനെ ഞാൻ പോകുന്നത് ഈ വിൻ്ററിൻ്റെ തൊട്ട് മുമ്പാണ്, ദ ലാസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാണ് ഞാൻ കയറുന്നത്. അതിന് ഞാനിതൊക്കെ കൂടി തപ്പിപ്പിടിച്ച് മാനയിൽ എത്തിയ സമയത്താണ് സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തത്, ഹെവി സ്നോഫോൾ. അപ്പോൾ പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇവാക്വേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അവിടുന്ന്. അങ്ങനെ ഈ മാനയിലുള്ള ജനങ്ങൾ മുഴുവനും അവരുടെ സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്തിട്ട് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും വണ്ടികളിലൊക്കെ ആയിട്ട് ഒരു വലിയ ഗ്രാമം ഒട്ടാകെ പലായനം ചെയ്യുക. അപ്പം ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ കൂടെ ഇങ്ങനെ പോയി. അതെനിക്കൊരു ഡ്രീം പോലെ, കാരണം ഒരു ഗ്രാമം ഉപേക്ഷിക്കപ്പെടുക, പിന്നെ 6 മാസം അവിടെ മഞ്ഞിങ്ങനെ വീണിട്ട് സ്ഥലത്തേക്ക് അവർ ജോഷിമട്ടിലേക്ക് പോവുക ചെയ്യുക. അവിടെയാണ് അവരുടെ വീടുകളും. എത്ര ദിവസമാണ് ഒരു ദിവസങ്ങളൊന്നുമില്ല, മണിക്കൂറുകൾ നടക്കുക. എന്നിട്ട് വണ്ടി ഉണ്ട് കേട്ടോ, വണ്ടി കുതിരപ്പുറത്ത് എല്ലാം ഉണ്ട്. എന്നിട്ട് അവര് അങ്ങനെ പോവാ, ഈ സാധനങ്ങളൊക്കെ കൂടി വഹിച്ചിട്ട് ഇങ്ങനെ പോവാ, ഒരു ഗ്രാമം മൊത്തം പലായനം ചെയ്ത് പോവാ. അത് അതിന്റെ ഭാഗം കഴിഞ്ഞു. ഭയങ്കര വെൽക്കമിങ് ആണ് അവരൊക്കെ. ഓൾമോസ്റ്റ് പഹാടികൾക്ക് ഭയങ്കര സ്നേഹ, മീൻസ് മലമുകളിൽ താമസിക്കുന്ന മനുഷ്യന്മാർക്ക് പൊതുവെ ഭയങ്കര, അവർ അത്രയും ഗ്രാമങ്ങൾ സിറ്റീസിലൊന്നും അധികം പോവാത്തത് കൊണ്ട് തന്നെ അവരവരുടെ ലോകത്ത് ഒതുങ്ങി കൂടുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ല, നിഷ്കളങ്കരാണ്. അവരുടെ കൂടെയൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഭൂട്ടാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഭൂട്ടാനിൽ പോയ സമയത്താണ് ശരിക്കും വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. പുനാക്ക എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് റാഫിയും കൂടിയായിരുന്നു ഞങ്ങൾ ഭൂട്ടാനിൽ പോയത്. അപ്പോൾ പുനാക്കയിൽ പോയ സമയത്ത് അവർ ഭൂട്ടനീസ് ഭയങ്കര വെൽക്കമിങ് ആണ്. അവരുടെ വീട്ടുകളിൽ ഞങ്ങൾ താമസിച്ചു. അവരുടെ ഓറഞ്ചസ് ഒക്കെ നമുക്ക് ഒരുപാട് പറിക്കാനൊക്കെ നല്ലൊരു, അവിടെ ബാത്റൂംസ് ഒന്നും ഇല്ല, നമ്മുടെ പഴയ സിസ്റ്റം, അതായത് ഇന്ത്യയിലൊക്കെ പണ്ടത്തെ സിസ്റ്റമായിട്ടുള്ള 2 മരം ഇങ്ങനെ വെച്ചിട്ട് അടിയിലിങ്ങനെ ഒരു പാത്തി പോലെ ഇട്ടിട്ട് അതാണ് അവിടുത്തെ ബാത്റൂം. ടിഷ്യൂ പേപ്പർ ഉണ്ട്, അത് മോഡേൺ ആണ്, പക്ഷെ ബാത്റൂം പഴയ സിസ്റ്റം. അത് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പുനാക്കയിൽ പോയപ്പോൾ. പുനാക്ക കുറച്ച് വില്ലേജ് ഏരിയ ആണ് അവിടുത്തെ. തിമ്പു ക്യാപിറ്റലാണ്. തിമ്പുലൊക്കെ കുറച്ചുകൂടി. എത്ര ദിവസം നിന്നിരുന്നു അവിടെ? അവിടെ ഞങ്ങളൊരു 10-15 ദിവസം. എന്റെ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ, അപ്പൊ അവര് ഇൻവൈറ്റ് ചെയ്ത 2-3 പ്രാവശ്യമായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഭൂട്ടാനിലേക്ക്. ഭയങ്കര നൈസ്. അതായത് ലോകത്തിലെ തന്നെ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏക രാജ്യമാണ് അത്. ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. എവ്രി പേഴ്സൺ ഭയങ്കര, എന്താ പറയുക, ഡൗൺ ടു എർത്ത് ആണ് അവർ. നമ്മൾ ഭയങ്കര റെസ്പെക്റ്റ് ആണ്, അത്രയും സോഫ്റ്റ് ആണ് ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. ഭൂട്ടാന് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. നമുക്ക് ഞങ്ങൾ പോയിട്ടുള്ളത് ബംഗാളിൽ നിന്ന് അങ്ങോട്ട് അലിപുർദ്വാർ വഴി ഫിൻസിലിംഗ് എത്തും. ഫിൻസിലിംഗ് നിന്ന് പിന്നെ അങ്ങ് കയറി പോവായിരുന്നു ചെയ്തത്. പക്ഷെ ഒരു 7 മണിക്കൂർ തിമ്പ് വരെ നമുക്ക് ഇങ്ങനെ കറങ്ങണം. ഭയങ്കര ഹെയർ പിൻ കേഴ്സ്. മലന്റെ മുകളിലല്ലേ, ആ മല മുകളിൽ വരെ ഒരു 7 മണിക്കൂർ നമ്മൾ ചുരം കയറണം. ഇങ്ങനെ 7 മണിക്കൂർ കയറാനുള്ള ചുരം തന്നെ കയറാണ്ടാവും. ഇങ്ങനെ കറങ്ങി 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 ഇതൊന്ന് എത്തിയാൽ മതി തോന്നും. ഭയങ്കര ജേണിയാണല്ലോ. അത് ഓർക്കുമ്പോഴാണ് അങ്ങോട്ട് പോവാൻ തോന്നാത്തത്. പക്ഷെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോ ഭയങ്കര രസാ. പക്ഷെ റെപ്പറ്റീഷൻ ചെയ്യാൻ പിന്നെയും പോവാന് രാജസ്ഥാനും അതൊക്കെ എനിക്ക് അധികം കാശി തന്നെ അല്ലേ. ഈ വലിയ മലമുകളിലൊക്കെ കയറുന്നേക്കാളും ഇഷ്ടം ട്രെയിനിൽ എവിടെ എത്തുമോ അത് അത്രയും പോകാൻ ഇഷ്ടം, ഉള്ളോട്ട് പോകാൻ ഇഷ്ടം. കാശിക്ക് ഡയറക്റ്റ് നമുക്ക് ട്രെയിൻ ഉണ്ട്. പട്ന എക്സ്പ്രസ് ഉണ്ട്, അത് ഡയറക്റ്റ് അവിടെ എത്തും. കുറെ മുൻകൂട്ടി ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത്? ഞാൻ അങ്ങനെ മുൻകൂട്ടി ഒന്നും എടുക്കല്, ഞാൻ തത്കാലം എടുക്കല്. അങ്ങനെ നാളെ പോവാണ്, അതെ, പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ്. പലപ്പോഴും ഞാൻ എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതായത് അവിടെ എത്തിയിട്ട് തോന്നിയേ അങ്ങോട്ട് പോണ്ട എന്ന് തോന്നിയാൽ ഞാൻ ആ സമയത്ത് അത് ക്യാൻസൽ ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകും. ഇപ്പൊ നിങ്ങൾ യാത്ര ചെയ്തിട്ട് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ഒരു ഇതുണ്ടാവും, അത് ജസ്റ്റ് റൂമുകളൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങല? അതെ, ഞാൻ എവിടെ എത്തിയാലും അങ്ങനത്തെ ഒരു റുട്ടീനായി. ഇപ്പൊ ഇത്രയും യാത്ര ചെയ്ത് എനിക്ക് റുട്ടീൻസ് അങ്ങനൊന്നും ഇല്ല.
എന്താണോ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യാം. അധികവും ഞാൻ റൂമുകളിലൊക്കെ വളരെ കുറച്ച് രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം റൂമിലേക്ക് പോകും. ചില സമയത്ത് തോന്നുകയാണ് റൂമിൽ തന്നെ കിടക്കാൻ തോന്നുന്നത്, 3 ദിവസം ചിലപ്പോൾ റൂമിൽ തന്നെ അങ്ങ് കിടക്കുകയും ചെയ്യും. അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ എന്താ ഈ സ്ഥലങ്ങളിൽ പോയ സ്ഥലങ്ങളിലൊക്കെ അധികം സ്ഥലങ്ങൾ ശരിക്കും ഈ ഹിന്ദു മിത്തോളജിയിലെ അത് പിന്നെ ഇന്ത്യയിലെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ദാ ഹോളി സീസൺ അല്ലേ, ഈ ഹോളി സീസണിൽ പിന്നെ ആ ഹോളിന്റെ പേരെന്തായിരുന്നു, ഒരു ഞാൻ മറന്നുവല്ലോ, ഈ വടിക്ക് എന്തായിരുന്നു ഹിന്ദിയിൽ പറയാ, വടി, അതായത് ഈ വടി കൊണ്ട് അടിച്ച് കളിക്കുന്ന ഒരു ഹോളി ഉണ്ട്. അത് തലയിലിങ്ങനെ വെച്ചിട്ട് അടി ഭയങ്കര അടിയായിരിക്കും. അത് ഭയങ്കര രസം. അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് എസ്പെഷ്യലി ബർസാനയിലൊക്കെയാണ് അതുണ്ട്. ബർസാന രാധയുടെ സ്ഥലമാണ് ബർസാന. കൃഷ്ണന്റെ സ്ഥലമായിട്ടുള്ള ആ സ്ഥലത്തിന്റെ പേരും ഞാൻ മറന്നു. തൊട്ടടുത്ത നെയ്ബറിങ് ഒരു പ്ലേസ് ആണ്. ഒരിക്കൽ ഹോളി ആഘോഷിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണന് രാധയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് രാധയുടെ തോഴിമാർ എന്ത് വെച്ചാൽ കൃഷ്ണനെയും കൂട്ടരെയും വെറുതെ ഇങ്ങനെ വടി വെച്ചിട്ട് കളിയാക്കിക്കൊണ്ട് പോന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റീക്രിയേഷൻ ആണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര അടിയാ. ഒന്ന് ഞാൻ വീഡിയോയിൽ കണ്ട ഒരാളെ കാല് മുറിഞ്ഞിട്ടുണ്ട് അടിച്ചിട്ടെന്ന്. അപ്പൊ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള കുറേ ആചാരങ്ങൾ നമുക്ക് ഇന്ത്യയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ശരിക്കും നോർത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരേ ഇന്ത്യയിലാണോ എന്നുള്ള ചോദ്യം ഭയങ്കര ഡിഫറൻസ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ യുപിയിലൊക്കെ എത്തുമ്പോൾ തന്നെ ആൾക്കാർ രാവിലെ എണീക്കുമ്പോൾ നേരെ കുപ്പിയൊക്കെ എടുത്തിട്ട് ട്രാക്കിലേക്ക് വന്നിരിക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഭയങ്കര സേഫ് സോണിലാണ് കേരളത്തിലിരുന്ന് കാര്യങ്ങൾ പറയുമ്പോഴേ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും ഈ ശൗചാലയത്തിൻ്റെ പരസ്യമൊക്കെ വിദ്യാബാലൻ എന്തിനെങ്ങനെ വന്ന് പറയുന്നത്, എവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയം. ഇവിടെ കേരളത്തിലൊന്നും അതിൻ്റെ ആവശ്യമില്ല ആഡ് റൺ ചെയ്യേണ്ടത്. പക്ഷേ പുറത്തിപ്പോഴും അതിൻ്റെ പ്രസക്തി ഉണ്ട് എല്ലാത്തിനും. ഈ ഗവൺമെൻറ് റൺ ചെയ്യുന്ന ആഡുകളൊക്കെ ആക്ച്വലി നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റിലേക്കൊക്കെയാണ് ശരിക്കും ഒരു ടാർഗറ്റ്. കേരളത്തിനെ ഒരു എക്സെപ്ഷണലാണ്. കേരളം ഒരു രാജ്യമായി പ്രഖ്യാപിക്കുന്നത് ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് വേണേൽ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. മറ്റുള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ കോളേജസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എന്ന് വേണ്ട എല്ലാം ഹൈ ക്ലാസ്സാണ്. ഇവിടുത്തെ മരമണ്ടന്മാർ പറയും നമ്മളെ പിണറായി സർക്കാർ അതാക്കി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഇടതും വലതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ടെങ്കിലും വി ആർ ഫാർ ബെറ്റർ മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ച് നോക്കുന്നത്. ഇവിടുന്ന് പുറത്ത് കാണുന്ന പഞ്ചായത്തിന് പുറത്തു പോകാത്ത മനുഷ്യന്മാരാണ് ഇവിടുത്തെ കാര്യങ്ങളെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ജീവിതം തീർക്കുന്നത്. പക്ഷേ പുറത്തു പോയവർക്ക് അറിയാം. അതെ, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് സിറ്റിയിലൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് സാധനം കിട്ടൂല. പുറത്തേക്ക് പോകുമ്പോഴാണ് എത്രത്തോളം പൂറാണ് നമ്മൾ. കേരളത്തിൽ ഗ്രാമങ്ങളില്ല, വില്ലേജസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കേരളത്തിലില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വില്ലേജ് ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ വില്ലേജസ് ഇല്ല. ഞാൻ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ എൻ്റെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വില്ലേജിലും വലിയ വലിയ മാളിക വീടുകളല്ല, നമുക്ക് ബംഗ്ലോസ് ആണ് ഓരോ വില്ലേജിലും ഉള്ളത്. മറ്റിടത്തൊക്കെ പറഞ്ഞാൽ കഷ്ടപ്പെട്ടൊരു ടാർപ്പായ വിരിച്ച് കെട്ടുന്നതാണ് അവിടുത്തെ വില്ലേജിലെ വീടുകൾ. നമ്മുടെ ഇവിടുത്തെ വില്ലേജിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പൈസക്കാരൊക്കെ വലിയ ബിൽഡിങ്സും വലിയ ഇതും കെട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമുക്ക് വില്ലേജ് എന്ന് പറഞ്ഞ സാധനമേ കേരളത്തിലില്ല. ശരിക്കും നമ്മളെ കൂടെ എത്താൻ കുറച്ചും കൂടി ടൈം എടുക്കും, ഒരുപാട് എടുക്കും. ഒന്നാമത്തേത് എഡ്യൂക്കേഷൻ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കുറവാണ്. കണ്ടിട്ടില്ലേ കുംഭമേളക്കൊക്കെ പോകുന്ന ട്രെയിനൊക്കെ അടിച്ച് തകർത്ത് ഭയങ്കര. അവിടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് അത്രയും ആൾക്കാർ കൂടുമ്പോ ഒരു മോബിന്റെ സൈക്കോളജി അവർ ആർക്കും എന്ത് ചെയ്യാന്നുള്ള ആ ഒരു സൈക്കോളജിയാണ് ഇപ്പോൾ ആക്ച്വലി. ഇപ്പം ലാസ്റ്റ് ഡേ ഷഹബാസിൻ്റെ ഒരു കൊലപാതകം നടന്നല്ലോ നമ്മുടെ താമരശ്ശേരിയിൽ. അതിൽ ആ പിള്ളേർ പറയുന്നത് ആൾക്കൂട്ടത്തിൽ തച്ചാലൊന്നും ആരും ഒന്നും കേസെടുക്കൂലെന്ന്. അപ്പോൾ ഒരു മോബിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒറ്റക്കൊറ്റക്കാവുന്ന സമയത്ത് എല്ലാവരും പേടിത്തൊണ്ടന്മാരായിരിക്കും. പക്ഷെ അവരിങ്ങോട്ട് സംഘടിക്കുമ്പോൾ അവർക്കൊരു എനർജി അങ്ങോട്ട് വരിക. ആ എനർജിയാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സിസ്റ്റം കുറച്ചുകൂടി ഇങ്ങോട്ട് പടരുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതെ, അത് ശരിക്കും എല്ലാവരും ഇൻഡിവിജ്വലി ഇപ്പോൾ ഒരു ജനാധിപത്യപരമായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ഒക്കെ എല്ലാവരും റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്ന ആൾക്കാരാണ്. അതെ അതെ, അപ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ എന്നുണ്ട്. ഇൻഡിവിജ്വൽ ഞാൻ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്ത് എവിടെ എടുക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെ എടുക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരിക്കും അല്ലേ? എല്ലാവരും
എല്ലാവർക്കും ഓരോ ദേഷ്യം എന്നൊക്കെ പറഞ്ഞ എല്ലാ വികാരങ്ങളുള്ള സാധാ മനുഷ്യന്മാരായിരിക്കും. പക്ഷേ അവർ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഭയങ്കര ചേഞ്ച് വരുന്നത്. കെയോസാണ് ഓർഡർ എന്ന് പറയും. അതെ, അപ്പോൾ ഉള്ളതാണ് ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്. നമുക്കൊരു സാധനം കിട്ടിയാൽ പിന്നെ നമ്മളതിൽ കുംഭമേളക്ക് പോയിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യത്തെ അർദ്ധ കുംഭമേളക്ക്, പൂർണ്ണ കുംഭമേളക്കായിരുന്നു പോയത്. അവിടെ അത് വിചാരിച്ചിട്ട് പ്രാവശ്യം പോവാതിരുന്നു. മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കലും വരുന്ന സാധനം നമുക്ക് പൊടി പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടൂല. അങ്ങനത്തെ ഒരു അവിടെ കാണുന്നത്, അതിന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ ആൾക്കാർ ഇങ്ങനത്തെ ഇതിങ്ങനെ എന്താ പിടിച്ചുകൊണ്ടുപോകും. അത് ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല. എന്ത് വെള്ളത്തിന്റെ അവസ്ഥ എന്താണ്? ഭയങ്കര നമ്മളെന്താ ഇങ്ങനെ ചൂഷണം ചെയ്യണമെന്നുള്ള ചോദ്യം. പക്ഷെ അതൊക്കെ വലിയ ബിസിനസ് അല്ലേ. ഒരാളിപ്പോ എത്രയോ കോടികൾ സമ്പാദിച്ച് എങ്ങനെയാ ഡിജിറ്റൽ സ്നാൻ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുക. ആ ഫോട്ടോ അയാൾ വെള്ളത്തിൽ മുക്കും. ഒരാൾ 25 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് അതിന്, ഫോട്ടോ മുക്കുന്നതിന്. ഒരു പെണ്ണ് ഫോൺ ഇങ്ങനെ മുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പിന്നെ ഇങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഒരു ലോകത്ത് നമ്മൾക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അത് വെച്ചിട്ട് ആൾക്കാർ ജീവിക്കുന്നല്ലോ. അവര് ബുദ്ധിമാന്മാര്. ഡിജിറ്റൽ സ്നാനം ചെയ്യിക്കുന്ന ആള് ബുദ്ധിമാൻ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇന്ത്യ ആസ് എ കളക്റ്റീവായിട്ട് നോക്കുമ്പോൾ ശരിക്കും എന്താണ് ഇനിയും കുറേ മുന്നോട്ട് വരാനുള്ള മാതിരി ഒരുപാട്. കാരണം ഇവിടെയൊക്കെ അതാ പറഞ്ഞത്, കേരളത്തിലാണെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ഹിന്ദുക്കളും കേരളത്തിലെ ക്രിസ്ത്യാനികളൊക്കെ യുണീക്കാണ്. ഇവിടുത്തെ മുസ്ലിമിനെ വെച്ചിട്ട് അവിടുത്തെ മുസ്ലിമിനെ അളക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഹിന്ദുവിനെ വെച്ചിട്ട് അവിടുത്തെ ഹിന്ദുവിനെ അളക്കാൻ പറ്റില്ല. എല്ലാവരും വിശ്വാസപരമായിട്ടും ആചാരപരമായിട്ടും ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീരാദാത്തർ ദർഗയിലും അതുപോലെ തന്നെ ഹോളി ആഘോഷിക്കുന്ന ദർഗ, അതുപോലെ ബസന്ത പഞ്ചമി ആഘോഷിക്കുന്ന നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ, ഇതൊന്നും നമ്മൾക്ക് ഇവിടെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. അവിടെ നിസാമുദ്ദീൻ ദർഗയിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് കടുക് പൂക്കളുമായിട്ട് നൃത്തം ചെയ്യുന്ന ഇതുണ്ട്. ബസന്ത പഞ്ചമിക്ക് ഇപ്പൊ കഴിഞ്ഞ മാസം നടന്നതാ. അതെല്ലാ വർഷവും അവിടെ നടക്കും. ബസന്ത പഞ്ചമി ദിവസം ഈ പറഞ്ഞ പോലെ കടുക് പൂക്കളുമായിട്ട് വന്നിട്ട് നൃത്തം ചെയ്ത് സൂഫി ഡാൻസ് ഒക്കെ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. ഇതേപോലെ തന്നെയാണ് പിന്നെ പറഞ്ഞ യു പിയിൽ തന്നെയുള്ള ആ ദർഗയിൽ ഹോളി ഈ സമയത്ത് ഹോളി ആഘോഷിക്കും. മുസ്ലിംമാരും എല്ലാം ആണും പെണ്ണും ഒക്കെ വന്നിട്ട് കളറ് വാരി എറിഞ്ഞിട്ട് ഹോളി ആഘോഷിക്കും. അതൊന്നും നമ്മുടെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതാ പറഞ്ഞത്, ഇവിടുത്തെ ആൾക്കാരെ വെച്ചിട്ട് അവരെ വിലയിരുത്താം, അതുപോലെ തന്നെ അവരെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടും വിലയിരുത്തരുത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ, ഇവിടുത്തെ ടെമ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീക്രട്ട് ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പട്ടിയോ പൂച്ചയൊന്നും കയറാത്ത രീതിയിലാണ് അവിടെ. പക്ഷേ നോർത്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ബഹളം പോലെ ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന സാങ്ക്ടിറ്റി, ആ ഒരു ശാന്തമായിട്ടുള്ള അതൊന്നും അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അവിടെ നേരെ ഉണ്ടാവില്ല. തിരക്ക് ഉന്തി തള്ളിയിടും ആൾക്കാർ. അങ്ങനത്തെ തിരക്കായിരിക്കും അവിടെ. പക്ഷെ ഇവിടുത്തെ ഞാൻ പറയാം, ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു ഫാനറ്റിക് ആയിട്ടുള്ള പ്രാന്ത് പോലെയുള്ള ഭക്തിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഹിന്ദുസാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. അവിടെ എന്ന് വെച്ചാൽ ഈ പശുക്കള് അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു വികാരമാണ് അവർക്ക്. ഗോമാത എന്നൊക്കെ. ഇപ്പൊ എന്താ ഛാവ എന്ന് പറഞ്ഞ സിനിമ, വിക്കി കൗശലിന്റെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പം നമ്മുടെ ഛത്രപതി ശിവജിനെ കുറിച്ചുള്ള മൂവിയാണ്. തിയേറ്ററിൽ എല്ലാവരും അത് പറഞ്ഞിട്ട് ജയ് ശ്രീരാമും ജയ് ശിവജിയും വിളിച്ച് അവർ ഭയങ്കര വലിയ പ്രഭാഷണങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ എഴുന്നേറ്റ് നിന്നിട്ട്. കാരണം അങ്ങനെ ഒരു വികാരത്തിലേക്ക് ഇവിടുത്തെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെപ്പക്ക് കൊടുക്കും ഇവിടുന്ന് അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ എല്ലാവരും കരയുക ഇയാളിത് ഇങ്ങനെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അതിൽ ആ സ്ഥലം ഐ തിങ്ക് അഗെയിൻ ഇറ്റ് ഇസ് മധ്യപ്രദേശിലാണ്. ആ മധ്യപ്രദേശിലുള്ളൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരുപാട് ആൾക്കാർ വന്നിട്ട് മാന്തിക്കൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ ഈ സിനിമയിൽ പറയുന്നുണ്ട്, മുഗളന്മാർ തട്ടിക്കൊണ്ടുപോയ സ്വർണം മുഴുവനും ആ ഗുഹയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രാന്തന്മാർ പോയിട്ട് JCB എടുത്തിട്ട് മാന്തുക. ആണും പെണ്ണും എല്ലാ പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ചിട്ട് ആ സ്വർണം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. അതൊരു ഫിക്ഷനാണ്. അയാൾ കഥയിൽ എഴുതിയതാണ്. പോകുന്ന വഴിക്ക് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നാട്ടുകാരൊക്കെ
ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരൊക്കെ കൂടി പോയിട്ട് മാന്തിക്കൊണ്ടേയിരിക്കുക. പോലീസ് ആട്ടി ഓടിച്ചിട്ടും പോകുന്നില്ല. അപ്പം ഇതുപോലത്തെ ഭ്രാന്തന്മാരും മണ്ടന്മാരുമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇവിടെ ഇല്ലാന്നല്ല, പക്ഷേ അവിടെ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലുള്ള മനുഷ്യന്മാരാ. അവിടെ ബീഹാറിന്റെ ഒക്കെ മറ്റേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. റോഡ് ഉണ്ടാക്കിയതൊക്കെ ആൾക്കാർ പൊളിച്ചോണ്ട് പോണൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഏതാ സ്ഥലം നമ്മളെന്നെ അത്രേ ഉള്ളൂ അവരുടെയൊക്കെ ഈ ഒരു എന്താ പറയുക സിവിക് സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേരളം വളരെ മോശമാണെന്നൊക്കെ നമ്മൾ ഇവിടുത്തെ പറയുന്നത്. അവിടെയൊക്കെ ഒന്ന് പോയാലേ അപ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്നുള്ളത്. സത്യം. അവിടെ പക്ഷേ ഈ ഇന്ത്യയിൽ തന്നെ എന്തൊക്കെയാണെങ്കിലും ഈ ഗ്രാമങ്ങളിൽ പോയ നല്ല മനുഷ്യന്മാരാന്ന് കേട്ടിട്ടുണ്ട്. ഒരുവിധ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളത്. ആരും അങ്ങനത്തെ മോശമായിട്ടുള്ള രീതിയിൽ ഇത്രയധികം ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും അറിയണ്ടാവില്ല ആൾക്കാര്. എല്ലാവരും നല്ലവരാ. ഞാൻ കണ്ടെടുത്തോളം എല്ലാവരും നല്ല മനുഷ്യന്മാർ തന്നെ. യാത്രയിൽ പരിചയപ്പെട്ടവരും. സിറ്റിയിലാണ് പിന്നെ ആൾക്കാർക്ക് സമയമില്ലാതിരിക്കല്. മറ്റിടത്തൊക്കെ ആൾക്കാർക്ക് സമയം അധികമാണ്. നമ്മളെ കഥകൾ ചോദിക്കാനും പറയാനും കൂട്ടിക്കൊണ്ടുപോകാനും എല്ലാം. അതായത് ഇപ്പോൾ ഞാൻ ഗുജറാത്തിൽ പോയ സമയത്ത് നമ്മുടെ റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഭയങ്കര രസമാണ് അവിടെ. ഈ വെള്ള മണലും പൂർണ്ണചന്ദ്രനും അതാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് വെള്ളക്കടൽ അല്ല ഉപ്പുമരുഭൂമിയാണ്. അതിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുക ഭയങ്കര ഒരു ഫീലാണ്. ജാനുവരി ടു മാർച്ചാണ്. ഭയങ്കര കളറായിരിക്കും. റനോത്സവ് എന്ന് പറയും. റാൻ ഓഫ് കച്ചിൻ്റെ ഉത്സവമാണ് റനോത്സവ്. അപ്പോൾ ഈ റനോത്സവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം കച്ചിന്ന് 100 കിലോമീറ്റേഴ്സ് എങ്ങാനും ഉണ്ട്. ഭുജിന്ന് 100 കിലോമീറ്റേഴ്സ്. 50 കിലോമീറ്റേഴ്സ് എത്തിയ സമയത്ത് ഒരു വലിയ ലോറി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബൈക്കിലാണ് പോവുക. ആ ലോറിയും ഈ മരുഭൂമിൻ്റെ കാറ്റും കൊണ്ട് ഞാൻ മറിഞ്ഞ് വീണ് റോഡിങ്ങനെ വീണെടുക്കുക. അപ്പോൾ വീണെടുന്ന സമയത്ത് ഒരു പോലീസുകാരനെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ ഹോസ്പിറ്റലിൽ എൻ്റെ ഇവിടെ മുറിഞ്ഞു അങ്ങനെ അത്യാവശ്യം ചെറിയ പരിക്കുകളാണ്, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു എവിടെയാണ് താമസം. ഞാൻ പറഞ്ഞു ഭുജിലാണ് താമസം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പോവുക? ഞാൻ പറഞ്ഞു ഈ ബൈക്ക് ഞാൻ റെൻറ്റിന് എടുത്തതാണ്, ഇതിലാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇനി ഓട്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കാവില്ല, എന്നാൽ ഞാൻ കൊണ്ടാക്കി തരാമെന്ന്. അയാൾ ബൈക്ക് ഓടിച്ച് പിന്നെ അപ്പോഴേക്കും എനിക്ക് നല്ല പെയിൻ തുടങ്ങിയിട്ട്. അപ്പം മൂപ്പര് പറഞ്ഞ് എൻ്റെ വീട് പോകുന്ന വഴിക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നുണ്ട്. അയാൾ എൻ്റെ വീട്ടിൽ കൊണ്ട് അയാളുടെ അമ്മയും മക്കൾ ഭാര്യ അവരൊക്കെ ഉള്ള ഒരു വീടാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് അയാൾ ഞാനൊരു 1 വീക്ക് പിന്നെ അവിടെ ആയിരുന്നു. അവിടെ എൻ്റെ ശുശ്രൂഷകളും പരിചരണങ്ങളും. അമ്മ വന്ന് കാലിലെ മുറിവ് കെട്ടിത്തരും, ഭക്ഷണം ഉണ്ടാക്കിത്തരും, പിന്നെ കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുക, എല്ലാ കാര്യങ്ങളും അവരായിരുന്നു ചെയ്യല്. വേറെ എക്സ്പീരിയൻസ് ഇല്ലേ? അങ്ങനെ പോകുമ്പോഴേ അത് കിട്ടുള്ളൂ. അതെ. പിന്നെ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്യലുണ്ട് ഇപ്പോഴും അവരെ. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പോയി. അങ്ങേര് എൻ്റെ ഭുജിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ള പങ്കച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചത്. അതിന് ഞാനൊരു പ്രാവശ്യം 2 ആഴ്ച അല്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് ഒക്കെ റെഡി ആയപ്പം അങ്ങനെ പോയപ്പോൾ ഞാൻ അങ്ങേരെ വിളിച്ചിട്ട് പറഞ്ഞു, നീരജ് എന്നാണ് മൂപ്പര് പേര്. ഞാൻ പറഞ്ഞു എടാ പങ്കച്ചിൽ വെച്ചിട്ട് എൻ്റെ ID കാർഡ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് ആയിക്കോട്ടെ ഞാനിപ്പോൾ എടുത്തിട്ട് പറയാമെന്ന്. അങ്ങനെ മൂപ്പര് ഞാൻ ഓൾറെഡി പങ്കച്ചിലുണ്ട്. അപ്പോൾ മൂപ്പരെന്നെ മറന്നു പോയിട്ടുണ്ടാവും, കാരണം കുറച്ച് കാലത്തിന് ശേഷം ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അയാളിങ്ങനെ കയറി വന്നപ്പോൾ കാണുന്നുണ്ട് ഞാൻ മുകളിൽ. അപ്പം ഞാൻ വേഗം സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴേക്ക് പോയി ഒരു ഒറ്റ തട്ട് തട്ടി ഞാൻ ഇങ്ങനെ താഴേക്ക് പോയി. അയാൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ നിസാർ ഭായ് എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഭയങ്കര സർപ്രൈസായി. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നതാണ്, താങ്ക് യു എന്നൊക്കെ. അപ്പോഴും വീട്ടിൽ പോയി ഒരു ദിവസം താമസിച്ചു. അങ്ങനത്തെ നല്ല ബന്ധങ്ങളുണ്ട്. അതെ. അന്ന് തന്നെ എന്നെ അനാറിന്റെ തോട്ടത്തിൽ, അയാളുടെ ഫ്രണ്ടിന്റെ അനാറിന്റെ തോട്ടത്തിൽ ഒരുപാട് അനാറുകളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പറിച്ചോളാൻ പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീരകത്തിന്റെ തോട്ടം കാണുന്നത്, ഉലുവത്തോട്ടം കാണുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കടുക്, ഉഴുന്ന്, ഇതിനൊക്കെ വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ എടുത്തു. ഇത് എന്താക്കാൻ കടുക് ഉഴുന്നൊക്കെ കുറച്ച് അനാറ് പറിച്ച്. അതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പുറത്തേക്കുള്ള യാത്രകളൊക്കെ? പുറത്തെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല. ലൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ്, പിന്നെ ഖത്തർ, പിന്നെ UAE,
നേപ്പാള്, ഭൂട്ടാൻ, അങ്ങനത്തെ കൺട്രീസ്. ലങ്കയിലൊക്കെ എത്ര ദിവസം നിന്നു? കുറച്ച് അതൊക്കെ അധികം നിൽക്കാൻ പറ്റും. അതെ അതെ. ഇനി വേണം ശരിക്കും അത്തരം കൺട്രീസ് ഒക്കെ ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഇതുവരെ അങ്ങനെ കൺട്രി വൈസ് അങ്ങനെ കൂടുതൽ പോയി നിന്നിട്ടുള്ള ദുബായ്, ഈ UAE മാത്രമാണ് പറഞ്ഞ 2-3 മാസമൊക്കെ നിന്നിട്ടുള്ളത്. ഖത്തറിലും കുറച്ച് ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. തായ്ലാൻഡും ഇവിടെയൊക്കെ ഒക്കെ കുറച്ച് ദിവസം ആഴ്ചകള്, ഒരാഴ്ച 2 ആഴ്ച അങ്ങനെയുള്ളൂ അല്ലേ? ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് കണ്ടുപോരാന്നുള്ള അതേ നടക്കുള്ളൂ, ശരിക്കും ഇറങ്ങാൻ പറ്റില്ല. അതെ, ഈജിപ്തിലൊക്കെ ഈജിപ്റ്റ് പോയില്ലേ? ഈജിപ്റ്റ് പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ. അതായത് ഞങ്ങളുടെ കോളേജിൽ ഈജിപ്തിൽ ഈജിപ്തിലെ അഹ്റം കനേഡിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഫാക്കൽറ്റീസും സ്റ്റുഡൻസും വന്നു. ഒരു ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവരിവിടെ വന്നിട്ട് ഒരാഴ്ച സ്പെൻഡ് ചെയ്തു. അതിന് പകരം ഇവിടെ നിന്ന് 2 ഫാക്കൽറ്റി 2 സ്റ്റുഡൻസും അങ്ങോട്ട് പോകും. അപ്പോൾ അത് ഞാനും എൻ്റെ ഫ്രണ്ട് ഇർഷാദും പിന്നെ ഫായിസ് ഫഹദ്, ഇങ്ങനെ 4 പേരാണ് പോകുന്നത്. അങ്ങനെ ഈ ഫായിസ് ഫഹദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ശരിക്കും ഇൻ്റർവ്യൂ ചെയ്യേണ്ട മുതലുകളാണ്. അവർ ഈ കോളേജിൽ വന്നത് PGക്കാണ്, ജേർണലിസത്തിന് അഡ്മിഷൻ എടുത്താണ്. ഈ ഫഹദ് എന്ന് പറഞ്ഞത് ഏകദേശം 10-28 വയസ്സുണ്ട് ഓന്, മറ്റോനുണ്ട് ഒരു 25-26 വയസ്സ്. ഇവരൊക്കെ ഏകദേശം 1.5 ലക്ഷം റുപ്യ വരുമാനമുള്ള മനുഷ്യന്മാരാണ്. അവർ ഒരാൾക്ക് സ്പോർട്സിൻ്റെ ഹോൾസെയിൽ ഷോറൂമും മറ്റോന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇവരിവിടെ വന്നത് ഒരാൾ കല്യാണം പിടിക്കാൻ, കുട്ടികളെ കല്യാണം ആരൊക്കെ അവരുടെയൊക്കെ കല്യാണം ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് വാങ്ങിയത്. മറ്റോൻ ഈ കോളേജിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ജേഴ്സി അടിക്കാൻ കിട്ടുമോ അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട്, അങ്ങനെ ഇവരാണ് എന്നോ എന്നെ വിളി തുടങ്ങി, സാറേ സീറ്റ് നമുക്ക് കിട്ടൂലേ, സാറേ സീറ്റ് കിട്ടൂല. അപ്പം ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞ് നല്ല 2 സ്റ്റുഡൻസ് വരുന്നുണ്ട്, അവർ അടിപൊളിയാണ്, എത്രയോ കാലം ഇനി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻട്രൻസ് ഒക്കെ എഴുതാം. അങ്ങനെ എൻട്രൻസിലൊന്നും ഇവന്മാർക്ക് കിട്ടിയില്ല, അങ്ങനെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കയറിയത്. അങ്ങനെ കയറി ആദ്യത്തെ ഈ വീക്ക് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, ഇർഷാദ് ഞാനും വരാം, അപ്പോൾ സ്റ്റുഡൻസ് ആരോ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇവർ 2 ദിവസം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോരെ, അടിപൊളി. അപ്പോൾ ഞങ്ങൾ പോയി. അങ്ങനെ ഈജിപ്തിലെത്തി. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. കഴിഞ്ഞ നവംബറിലാണ് പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒന്നും എൻ്റെ ഇല്ല. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങൾ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് എവിടെ ഇടണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ വാട്സപ്പിൽ ഇടുന്നത്. അപ്പോൾ അതിലാരോ കാണും. ഞാൻ പറഞ്ഞു 300-400 ആൾക്കാരൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കാണും. ഞാൻ വലിയൊരു ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ് തന്തേ 200-300 ആൾക്കാരെ കണ്ടിട്ട് എന്താക്കാൻ, ലക്ഷക്കണക്കിന് കാണും, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു അതിലൊന്നും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വിസിറ്റ് കഴിഞ്ഞു. അതിനുശേഷം എങ്ങോട്ടോ ഒന്ന് പോകാൻ വേണ്ടി മെട്രോയിലേക്ക് പോവുക. അപ്പോൾ പരിചയമില്ല, അവർക്കാണ് ഇംഗ്ലീഷ് തന്നെ ഒരു അക്ഷരം അറിയില്ല ഈ ഈജിപ്ഷ്യൻസിന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക മെട്രോയിലേക്ക്. അപ്പോൾ മെട്രോ വന്നപ്പോഴേക്ക് ഈ ഫായിസ് എന്ന് പറഞ്ഞ പ്രാന്തന് ഓടി അതിൽ കയറി. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ നോക്കുമ്പോൾ ട്രെയിനിൽ കയറി, അവർ വാന്ന് പറയുമ്പോൾ ട്രെയിൻ അങ്ങ് പോയി. ആ ട്രെയിൻ പോയി. ഇവൻ എങ്ങോട്ടാ പോകുന്നത്, ഇത് എങ്ങോട്ടുള്ള ട്രെയിനാണ്, അവൻ്റെ ഫോണ് നമ്മളെ ഒരു രക്ഷയില്ല. പഠിച്ചവൻ ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോപ്പ് എന്ന് പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടൊരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞു, ഗായ്സ് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ ഇപ്പോൾ ട്രെയിൻ കയറി പോയിട്ടുണ്ട്, ഇനി വരുമോ എന്നറിയില്ല, വന്നാൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലോ തിരിച്ചെത്തേണ്ടിയല്ലേ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്തുണ്ട് ഈ പൊട്ടനെ ഇങ്ങനെ അപ്പുറത്തെ ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓ പറഞ്ഞു നിങ്ങളെ തെറ്റാകും. അങ്ങനെ റൂമിലെത്തി ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നെടുക്കുന്നുണ്ട്. കുറേ നോക്കുമ്പോൾ 50K അല്ല 500K ഒക്കെ ആ ഒരു സമയത്തിനുള്ളിൽ ഈ വീഡിയോ കയറി. അപ്പം ഞാൻ ചോദിച്ചിട്ട് എന്താ അങ്ങനെ? അപ്പോൾ പറഞ്ഞു ഇതാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ്. എന്നിട്ട് പിറ്റേ ദിവസമായിക്ക് 1 million ആയി. രാവിലെ നേരം വെളുത്തേക്ക് 1 million. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാലോ കളി. അപ്പോൾ പറഞ്ഞ് അപ്പോൾ വായിച്ചു ഞാൻ 5-10 കൊല്ലമായിട്ട് ഇൻസ്റ്റഗ്രാം കുത്തിരിക്കും, ഇതുവരെ എനിക്ക് ഈ പറഞ്ഞ 5000 ഫോളോവേഴ്സേ ഉള്ളൂ. വീഡിയോ എത്ര നോക്കിയാലും 500-600 വ്യൂസേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യമുണ്ട് മനുഷ്യ, ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ്. അങ്ങനെ അന്ന് മുതൽ പിന്നെ ഞാൻ അവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഇതിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഈജിപ്റ്റാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്,
ഈജിപ്ത് കണ്ടു എന്നുള്ള സന്തോഷവും, രണ്ട് ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ഡ്രീം ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമവും. കാരണം ഏറ്റവും വലിയ ഡ്രീം അത് തീർന്നു. ഇനിയിപ്പോ ഇംഗ്ലണ്ടോ ഫ്രാൻസോ ഇറ്റലിയോ ഒന്നും എൻ്റെ ലിസ്റ്റിലില്ല. ഈജിപ്റ്റ് ഇസ് അൾട്ടിമേറ്റ്. കാരണം അന്ന് മുതൽക്ക് ഞാൻ പഠിക്കുന്നുണ്ട് ഈജിപ്റ്റ് സിവിലൈസേഷന്, അവിടുത്തെ ഫറോമാര്, അവിടുത്തെ ഒരുപാട് നിഗൂഢതകൾ, ഇപ്പോഴും നമ്മളെ മുന്നിൽ ചോദിച്ചിട്ട് നിൽക്കുന്നത് ഈജിപ്റ്റ്, മമ്മികള്, ആ പിരമിഡിന്റെ വലുപ്പം, അതെങ്ങനെ അത്ര മുന്നേ. അതെ, അപ്പൊ ചോദ്യമുള്ളത് വാലി ഓഫ് കിങ്സ്, വാലി ഓഫ് ക്വീൻസ്, അത് നമ്മൾ ഖുർആനിലും ബൈബിളിലും ഒക്കെ കേട്ടിട്ടുള്ള സാധനമാണല്ലോ. അത് നമ്മുടെ മുമ്പ് കാണുന്ന. അപ്പൊ നൈൽ നദി എത്തിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കരയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മുറുകിയ ഭ്രാന്തല്ലേ മൂപ്പർക്ക്. ഞാൻ പറഞ്ഞു ഈ വെള്ളം ഒന്ന് തൊടട്ടെ. ഇയാൾക്ക് ശരിക്കും ഭ്രാന്ത് തന്നെ. അതുപോലെ പിരമിഡ് പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ കല്ലും ഒന്ന് തൊടണം. എന്നിട്ട് ഞാൻ പിരമിഡിന്റെ അടുത്ത് കുറേ കല്ല് പെറുക്കി കൊണ്ടുവന്നു ഇങ്ങോട്ട് നാട്ടിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നാട്ടിലെത്തി ഉടനെ തന്നെ ചികിത്സിക്കണം എന്ന് പറഞ്ഞവര്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് പിരമിഡ്? എനിക്ക് ഒന്നും കൂടി പോണം. എന്താ അറിയോ, ഇതെന്ത് കുറേ കല്ല് ഇങ്ങനെ അട്ടിച്ച് ഇവരിങ്ങനെ പറയും ബാക്കിന്ന് കുറേ കല്ല് അട്ടിച്ച് അതിന് പിരമിഡ് ഇതിപ്പോ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അത്ര മാസീവ് അല്ലത്. ഓ മൈ ഗോഡ്. ഒരു കല്ല് എന്ന് പറഞ്ഞാൽ ഇതാ ഈ റൂമിന്റെ എത്ര വലിപ്പം വരും ഒരു കല്ല് എന്ന് പറഞ്ഞാല്? ഒരു കല്ല് അങ്ങനത്തെ എത്ര ലക്ഷം കല്ലുകൾ ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് വെച്ചത് എങ്ങനെയായിരിക്കും? അത് എത്ര ഭയങ്കര വലിയ ഒരു ഒരിക്കലും അത് അവർ പറയുന്നത് റാമ്പ് ഉണ്ടാക്കിയിട്ട് കയറ്റിയതാണെന്നൊക്കെ. പക്ഷെ എങ്ങനെ റാമ്പ് ഉണ്ടാക്കിയാൽ അത്രയും വലിയ സ്റ്റോൺസ് അതിന്റെ മുകളിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാല്, ആ റാമ്പ് ഉണ്ടാക്കിയ റാമ്പും തന്നെ അതിന് മാത്രമുള്ള സാധനം ഉണ്ടാവും. മനസ്സിലായി എനിക്ക് പിരമിഡ് മാതിരി വെക്കാൻ പറ്റിയ ഒരു സാധനം അത്രയും വലിയ റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വല്ലാത്തൊരു സംഭവം. എനിക്ക് ഈജിപ്തിൽ ഇനിയും പോകണം എന്നുള്ള ഉള്ളിലൊക്കെ കയറി പിരമിഡിന്റെ ഉള്ളിൽ. അത് ആക്ച്വലി ആ ടണൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനൊക്കെ പോലെ വളയണം അതിൻ്റെ ഉള്ളിലൂടെ പോകണമെങ്കിൽ. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് മാറ്റി. കാരണം ഒരുവിധം പിരമിഡ്സ് ഒക്കെയും ഈ പിന്നെ ഗ്രേവ്സ് എന്താ പറയുക, ഈ കൊള്ളക്കാര് കൊണ്ടുപോയി. കാരണം ഈ കാസ്കറ്റ് മുഴുവൻ ഗോൾഡിലായിരിക്കും ഉണ്ടാവുക. ആ ഗോൾഡ് മുഴുവൻ ഇവർ എടുത്തുകൊണ്ട് പോകും. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇത്രയൊന്നും അല്ലായിരുന്നു നമുക്ക് കിട്ടുക. ഒരുപാട് സ്വർണം കൊണ്ട് ഉണ്ടാക്കാത്ത ബാക്കിയല്ല അതും കൂടി എടുത്തുകൊണ്ട്. അതെ അതെ. അല്ല ആക്ച്വലി ഈ പിരമിഡിന്റെ ഔട്ടർ കേസ് ഫുള്ളും പിന്നെ എന്താ വൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ പിരമിഡ് അല്ല, വൈറ്റ്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് ഇത്രയും കട്ടിയിലുള്ള ലെയർ കാണാൻ പറ്റും ചില ഭാഗങ്ങളിൽ. അത് ഒരു പക്ഷേ എർത്ത് ക്വൈക്കിലോ അങ്ങനെ എന്തോ പൊടിഞ്ഞ് വീണതായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. വൈറ്റ് ആയിരുന്നു പിരമിഡിന്റെ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. കിങ്സ് ചേംബർ, വാലി ഓഫ് കിങ്സ് ചേംബർ എന്തോ ഉള്ളിൽ പോയിട്ടുള്ള ഒരു ചേംബർ ഉണ്ട്. അതാ പറഞ്ഞത്, ആ ചേംബറിലുള്ള സാധനങ്ങളൊക്കെ ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റി. പക്ഷെ അവിടെയൊക്കെ ആ കല്ലൊക്കെ വെച്ചതൊക്കെ വലിയ അത്ഭുതമായിട്ട് പറയുന്നത്. ഭയങ്കര. ഞാൻ തുംഖാമുന്റെ ഇത് കണ്ടു. അത് 116 കിലോഗ്രാം എങ്ങാനാണ് ആ കാസ്കറ്റ് തന്നെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്. പക്ഷെ നമ്മൾ ആ ലോകത്തങ്ങ് നിന്നു പോകും. ആ ഫറോൻ്റെതും ഫിർഔന്റെ ബോഡി ഇതൊക്കെ പറയുന്ന ആ സാധനങ്ങളൊക്കെ അവിടെയാണ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. മമ്മി, ആദ്യത്തെ മമ്മി കാണുമ്പോൾ നമുക്ക് ഓ മമ്മീന്ന്, പിന്നെ മമ്മിയോ മമ്മി ആയി എവിടെ തിരിഞ്ഞു നോക്കിയാലും മമ്മികളുടെ ഒരു ബഹളാണ് അവിടെ. അപ്പോൾ കുറേ മമ്മിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് മാത്രം മമ്മി ഉണ്ട് അവർക്ക്. ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന സാധനം കൂടിയാണ്. ഇന്ത്യയിലുണ്ട് മമ്മി. എനിക്കൊന്ന് ജയ്പൂരിലൊരു മ്യൂസിയത്തിലൊരു മമ്മി ഉണ്ട്, അല്ലാതെ ഇന്ത്യയിലൊന്നും മമ്മി വേറെ എവിടെ ഇല്ല. അപ്പോൾ ആ മമ്മികളുടെ ലോകവും ഈ നൈൽ നദിയും അത് ഇതൊരു ഹിസ്റ്ററിയിൽ നമ്മളിങ്ങനെ ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഏകദേശം ഒരു 6-7 ദിവസം. അത് മതിയായിട്ടില്ല സത്യം പറഞ്ഞാല്. എനിക്ക് ഇനി യുവമാരൊന്നും ഇല്ലാത്ത അകമ്പടി. അലക്സാൻഡ്രിയിലേക്ക് പോകാൻ പറ്റില്ല. ലക്സറിലും അലക്സാൻഡ്രിയ ഒക്കെ പോകാനുള്ളതാ. പക്ഷെ പിന്നെ ഒന്നാമത്തെ ഞങ്ങളുടെ ഷോർട്ട് ഓഫ് ബഡ്ജറ്റ് ആയിരുന്നു. അവിടേക്ക് ട്രെയിനിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നല്ല എക്സ്പെൻസീവ് ആണ്. ഈജിപ്റ്റ് ഭയങ്കര ചീപ്പാണ്. ട്രെയിനിന് പോകുമ്പോൾ ഫോറിനേഴ്സ് ആണ് നമ്മള്. നമ്മളെ ദരിദ്രവാസികളാണെങ്കിൽ നമ്മളവിടെ ഫോറിനേഴ്സാണ്. അപ്പോൾ സാധാരണക്കാർക്ക് 500 നമുക്ക് 25,000 വരുന്നുണ്ട് അവിടുത്തെ ക്യാഷ്. അതെ, നമ്മൾ അവരുടെ നമ്മളെ നേരെ ഇരട്ടിയാണ് അവർ. 1 രൂപ 2 രൂപ അങ്ങനെ എന്തോ. നമ്മൾ ഹാഫാണ് അവരുടെ. പക്ഷെ എല്ലാം ചീപ്പാണ്. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എത്ര കിലോമീറ്റർ പോയാലും 100 രൂപയൊക്കെ ആവുമല്ലോ. ദരിദ്രവാസി പോലീസുകാർ തന്നെ നമ്മളോട് പൈസ ചോദിക്കും. 5 രൂപ ഒക്കെ ചോദിക്കും. ഈവൻ എയർപോർട്ടിലൊക്കെ തന്നെ പോലീസുകാർ ഭയങ്കര ഫണ്ണിയാണ്. ഈ ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടം അവർക്ക്. ഷാറുഖ് ഖാൻ എന്ന് പറയും. ആർക്കും അവിടെ ഷാറുഖ് ഖാന്റെ ഒരു പരിവേഷ.
ഷാറുഖ് ഖാൻ ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാവും. ഈജിപ്തിലടക്കം ആൾക്കാര് ഇന്ത്യ ഷാറുഖ് ഖാൻ, ഇന്ത്യ ഷാറുഖ് ഖാൻ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ഫ്രണ്ട്ലിയാ. എന്നിട്ട് അങ്ങനെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ദുബായിലേക്കായിരുന്നു പോയത്. ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ദുബായിലേക്ക് പോയി. പിന്നെ അവിടെ നിന്നാണ് തിരിച്ച് കോളേജിലേക്ക് വരുന്നത്. ആ കോളേജിൽ എത്തിക്കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവർ വന്നിട്ടുമില്ല. അവർക്ക് ഈ ട്രിപ്പിന് വേണ്ടി മാത്രം വന്ന പോലെ ചെങ്ങന്മാരെ വേറെ ബിസിനസ് ഉണ്ട്. അതാ പറഞ്ഞത്, അതാ എന്നോട് പറഞ്ഞു, നല്ല മക്കളെ നീ കൊണ്ടുവന്നത് കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്. എന്നിട്ട് ഇവന്മാരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത്, ഒരു വരികയും ചെയ്തില്ല. അപ്പൊ ശതമാനം കുറഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ എഴുതാന്നുള്ള ഇതിലേക്ക് വന്നതായിരുന്നു. എഴുത്തിലേക്ക് ഞാൻ അങ്ങനെ പണ്ടേ എഴുതുമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ബുക്ക് വരുന്നത്, എൻ്റെ ഫസ്റ്റ് നോവൽ വരുന്നത് 2008. അതിനുശേഷം പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 23-ലാണ് ഈ പൂർണ്ണാനന്ദ് എഴുതുന്നത്. 24-ല് കൊമ്മക്ക എഴുതി, 25-ല് അഗർത്ത. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം വെച്ചാൽ ഇത് ഷോർട്ട് ടൈമിലാണ് നിങ്ങളെ കിട്ടുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ബുക്ക് വെച്ചിട്ട് ശരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇനി ഇറങ്ങിയത് ഡിസ്കഷൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇറങ്ങാനുള്ളത് ദായമക്കൈ എന്ന് പറഞ്ഞ പുസ്തകം. അത് ഭയങ്കര അത് തന്നെയാണ് സിനിമ ആകാൻ പോകുന്നത്. ഇപ്പം ഇന്നലെ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് അതിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്തു. തമിഴിലാണ് സിനിമ വരും, ചിലപ്പോൾ തമിഴിലും മലയാളത്തിലും ഉണ്ടാവും. ദായമക്കൈ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അത് ഇനി അത് ഉണ്ടാവുമോ, ഈ ലോകത്ത് എവിടെ നടക്കുന്നുണ്ടോ എന്ന് ആർക്കറിയില്ല. ഞങ്ങൾ നാട് വിട്ടുപോയ സമയത്ത് കാണാൻ പറ്റി. അതായത് ചെന്നൈയിൽ വെച്ചിട്ടാണ്, ചൂളമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്നൊരു സ്ഥലമുണ്ട്, ഹിജടകൾ താമസിക്കുന്നൊരു സ്ഥലം. അവിടെ അത് പറയുമ്പോൾ തന്നെ എനിക്കെന്തോ പോലെ, അതായത് ഞങ്ങളിങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ എത്തിപ്പെട്ട സമയത്ത് ഇങ്ങനെ രാത്രി ഇങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ നമ്മൾ റോഡ് സൈഡിൽ കുറേയൊക്കെ കടന്ന്, അപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ ഓടിച്ച്, അവിടെ ബെഗേഴ്സിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഞങ്ങൾ അവരുടെ ഏരിയയൊക്കെ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് ഊരി അടിച്ച് ഞങ്ങൾ അത് കുറേ നാടോടികൾ കിടക്കുമല്ലോ, ഞങ്ങൾ പതുക്കെ അവിടെ ഇങ്ങനെ സൈഡിലൂടെ പോയി കിടന്നു. അപ്പോൾ ഒരു പെണ്ണ് കുട്ടി കരഞ്ഞപ്പോൾ എണീറ്റപ്പോൾ അയാളുടെ ഭർത്താവ് എങ്ങാനും കണ്ട് ഞങ്ങൾ കിടക്കണം. അപ്പോൾ അയാൾ ബെൽറ്റ് ഊരി ഞങ്ങൾ അടിച്ച് ഞങ്ങൾ ഓടി എത്തുന്നത് ഈ പറഞ്ഞ പോലെ ഈ ചൂളമേടിൻ്റെ ആ ഭാഗത്ത് എവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ ഹിജടകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളെയും കൂടി കണ്ടപ്പോൾ അവർ ചോദിച്ചു എന്താ അവിടെ എന്ന് പറഞ്ഞ് കുറേ ചൂടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാനൊരു ഇടയില്ല, ഞങ്ങൾക്ക് ഒരാളെ അഡ്രസ്സ് തന്നിട്ട് വന്നതാണ്, ആ അഡ്രസ്സിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പാവടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ചിന്ന കുളന്ത താനേ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ആ പെണ്ണ് പറയുന്നത് ഇന്ന് കൊണ്ടുപോകാൻ പറ്റൂല, ഇന്ന് ചടങ്ങല്ലേ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് പരവായില്ലേ, അപ്പുറത്ത് എവിടെയെങ്കിലും കടത്താന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു റൂമിൽ, അവിടെ ചെറിയ ഓല കൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ്. അപ്പോൾ എന്നിട്ട് ഒരു വീട്ടിൽ ഒരു റൂമിൽ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞ് അവിടെ പടുത്തുക്കോ, അവിടെ കടന്നോ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്ത് ദായമക്കൈ നടക്കാനുള്ള ചടങ്ങ് നടക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അന്നും ദായമക്കൈ എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പിന്നെ ഒരു എന്താ പറയുക, ഒരു സോ കോൾഡ് മലയാളി ആയിട്ടുള്ളൊരു ഹിജട. അപ്പോൾ അവരാണ് ഞങ്ങളോട് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ, ദായമക്കൈ നടക്കുകയാണ് അവിടെ, കുറച്ച് ചടങ്ങാണ്, പേടിയാവും നിങ്ങൾക്ക്, അങ്ങോട്ടൊന്നും വരരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ ദായമക്കൈ എന്ന് പറഞ്ഞാൽ, അത് ആണ് പെണ്ണാവുന്ന ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് വരരുത്, പിന്നെ പിശാച് കൂടുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്താ ഞങ്ങൾക്കൊന്ന് ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയതുകൊണ്ടാണ്, ഇന്ന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ. അപ്പോൾ പറഞ്ഞാൽ പുലർച്ചെയാണ് ഇത് നടക്കുക, അപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വന്ന് വിളിക്കുക, പക്ഷേ കുട്ടി നിങ്ങൾക്ക് ഭയങ്കര പേടിയാവും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ദായമക്കൈക്ക് മുൻപായിട്ട് നമ്മളെ വീടിൻ്റെ പുറകു ഭാഗത്ത് ഇങ്ങനെ കുഴിക്കുന്നുണ്ട്, മൺവെട്ടി കൊണ്ട് ഇങ്ങനെ കുഴിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും. വലിയൊരു 6 അടി നീളത്തിലുള്ള കുഴി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യുക, ചില ഭാഗങ്ങളെ നമുക്ക് കണ്ടിട്ടുള്ളൂ, ചില ഭാഗം ഞാൻ അതിന് ശേഷം ചോദിച്ചറിഞ്ഞ ഇമാജിനറി പാർട്ടാണ് ഇതൊക്കെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ വലിയൊരു പൂജ നടത്തി, അവിടെ സന്തോഷി മാതയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു പൂജയൊക്കെ നടത്തിയിട്ട് ഈ സർജറി ചെയ്യാൻ പോകുന്ന ആളെ പിന്നെ ഇങ്ങനെ കുളിപ്പിച്ച് മഞ്ഞളും ഇതൊക്കെ തേച്ച് ശുദ്ധി വരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടിരുത്തും. എന്നിട്ട് ഇരുത്തിയിട്ട് ഈ ദായമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അവരുടെ തലമുടി ഒരു 14 മുടിയിഴകൾ ഇങ്ങനെ
പിഴുതെടുക്കും, വലിയ നീളത്തിലുള്ള. എന്നിട്ട് അവരതിങ്ങനെ പിരിക്കും. അത് പിരിച്ചിട്ടൊരു ചരടുണ്ടാക്കും. എന്നിട്ട് ഈ ഇരിക്കുന്ന ആളെ ഇങ്ങനെ ഇരുത്തിയിട്ട് അവരുടെ ഈ ലിംഗവും ബോൾസും കൂടി ചേർത്തിട്ട് ഇങ്ങനെ മുറുക്കി കെട്ടും. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത രീതിയിൽ മുറുക്കി 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 അങ്ങ് കെട്ടും. എന്നിട്ട് അവരോട് ഇങ്ങനെ നടക്കാൻ പറയും റൂമിൻ്റെ ഉള്ളിലൂടെ. ജയ് സന്തോഷി മാത, ജയ് സന്തോഷി മാത എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് 2-3 മണിക്കൂർ നടക്കുമ്പോഴേക്കും ഇവരുടെ ബ്ലഡ് ക്ലോട്ടായിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ടാവും ടോട്ടലി. അങ്ങനെ ഏകദേശം മുഹൂർത്താവും അപ്പോഴാണ് പുലർച്ചെ ഞങ്ങൾ എത്തുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയ പലക പോലത്തെ ഒരു സാധനം, മരപ്പലക ഉണ്ടാവില്ല ഇരിക്കുന്ന, അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയൊരു സാധനത്തിൻ്റെ മുകളിൽ ഇയാളെങ്ങനെ ഇരുത്തിയിട്ട് ഒരു മുൻ ദായമ്മ എന്ന് പറഞ്ഞൊരാളുണ്ടാവും, ഒരു പിൻ ദായമ്മ എന്ന് പറഞ്ഞൊരാളും ഉണ്ടാവും. അവരിങ്ങനെ ഇരുന്ന ആളെ ഈ മുട്ടുകാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ കടത്തും, കാല് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് പുറകോട്ട് കടത്തും. അപ്പോൾ ഇവിടെ ഒരു അടുപ്പ് കത്തിച്ചിട്ടുണ്ടാവും, 2 കല്ലടുപ്പുകൾ കത്തിച്ചിട്ടുണ്ട്. ഒന്നിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തിളപ്പിക്കും, ഒന്നിലൊരു കത്തി ഇങ്ങനെ പഴുപ്പിച്ചുകൊണ്ടിരിക്കും, റെഡ് കളറാക്കും കത്തി. ഓക്കെ, അങ്ങനെ ഏകദേശം എല്ലാം തയ്യാറാവുന്ന സമയമായി എന്ന് പറയുമ്പോൾ ആ വെളിച്ചെണ്ണ ചട്ടി എടുത്തിട്ട് അവരുടെ ഇങ്ങോട്ടങ്ങോട്ട് ഒഴിക്കും, തിളച്ച വെളിച്ചെണ്ണ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പഴുത്ത കത്തി എടുത്തിട്ട് മൊത്തം ഈ ഒരൊറ്റ മൊത്തം എൻറ്റയർ ഭാഗം ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ട് അങ്ങ് മാറ്റും. അപ്പോഴേക്കും ആ ബ്ലഡ് മുഴുവൻ ഇങ്ങനെ ചീറ്റും ദേഹത്തൊട്ടാകെ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ബ്ലഡ് എടുത്തിട്ട് ഇയാളുടെ മേത്ത് മുഴുവൻ തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവരെ അകത്ത റൂമിലിട്ട് പൂട്ടുക ചെയ്യുക. രാവിലെ ഇവർ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവർക്ക് ആഫ്റ്റർ കെയർ കൊടുക്കും, അവർക്ക് യോഗ്യതയുണ്ട് ജീവിക്കാനുള്ള. അത് മരിച്ചു കഴിഞ്ഞാൽ ഈ പുറകിലെ കുഴി ഉണ്ടല്ലോ അതിലിട്ട് മൂടും. ഇനി ജീവിക്കുകയാണെങ്കിൽ ഈ സാധനം മാത്രം അതിലിട്ടിട്ട് ആ കുഴി അങ്ങ് മൂടുക ചെയ്യുക. ഇതാണ് ദായമ്മക്കൈ എന്നുള്ള പ്രോസസ്സ്. അത്രയും ഭയങ്കര ഒരു അനസ്തേഷ്യ ഒന്നും ഇല്ലാത്തൊരു ചടങ്ങാണത്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പം നെക്സ്റ്റ് വീക്ക് ഇറങ്ങാൻ പോകുന്ന പുസ്തകം. അത് തന്നെയാണ് സിനിമ ആവാൻ പോകുന്നത്. അപ്പോൾ അത് തമിഴിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചർ കുറച്ചും കൂടി അറിയാം. അല്ല, ഇപ്പോൾ ഇതിൻ്റെ മോഡേൺ വേർഷനാണ് നമ്മൾ കാണുന്ന സെക്സ് റീ അറേഞ്ച്മെൻറ്റ് സർജറി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ്. അന്ന് സ്വയം മുറിച്ചവരുമുണ്ട്, മറ്റുള്ളവർ, കാരണം അന്ന് വേറെ ഓപ്ഷനൊന്നുമില്ല, അവർക്ക് അതൊരു ഭാരമായിട്ട് തോന്നിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു ഈ ദായമ്മക്കൈ. അങ്ങനെ ഈവൻ അഗർത്തയിലും ഞാൻ അതിൻ്റെ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വളരെ നല്ലൊരു ആർഗ്യുമെൻറ്റും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും വേദനയിലൂടെ ഒരാൾ പോകണം എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. അതെ, അങ്ങനെ ചെയ്യുന്ന അവർ പറയും ഭ്രാന്താണെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ അങ്ങനെ ഭ്രാന്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമോ? അതെ, അയാൾക്ക് എന്തുകൊണ്ട് നഷ്ടം വരുന്നൊരു, അയാളുടെ ലൈഫ് 99.9% ലൈഫ് പോവും എന്ന് ഉറപ്പുള്ളൊരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ടും അതിന് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ എന്ന് അവർക്ക് അത്രയ്ക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത എടുക്കാൻ അവർ റെഡിയാണ്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം, ഇങ്ങനെ ദായമ്മക്കായി ചെയ്യുന്നതും ദ ലാസ്റ്റ് ദായമ്മക്കായി ചെയ്യുന്ന ഒരാൾ ഇന്ത ഭൂമി എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. നേരിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര ഞെട്ടിക്കാണല്ലേ. ഓ മൈ ഗോഡ്, ഭ്രാന്തായി പോകും സത്യം പറഞ്ഞാൽ അത് കാണുന്ന സമയം. പിന്നെ ഇവരുടെ ഒരു വേൾഡ് എന്ന് വെച്ചാൽ ഭയങ്കര വേറെ തന്നെ ഒരു വേൾഡാണ്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. വെച്ചാൽ ഈ ഹിജഡകൾ എന്നൊക്കെ പറയുന്നതിൽ മഹാഭൂരിപക്ഷവും നല്ല മനുഷ്യന്മാരുണ്ടാവും കേട്ടോ. പക്ഷെ അവർക്ക് ഗ്യാങ്സ് ഉണ്ട്, ഗ്യാങ്ങുകളുണ്ട്. ആ ഗ്യാങ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളിവിടുത്തെ പൊളിറ്റീഷ്യനേക്കാളും പവർ ഉണ്ടാവും അവിടെ അവർക്ക്. ഒരാൾ ഒരു സെക്സ് വർക്ക് ചെയ്തിട്ടോ ബെഗ് ചെയ്തിട്ടോ ഏകദേശം ഒരു ദിവസം 5000 മുതൽ 10000 രൂപയാണ് കളക്ട് ചെയ്യുക ഒരു ഹിജഡ. അതിൽ 5000 രൂപ ഇവർ നായ്ക്കിന് കൊണ്ടു കൊടുക്കണം. അങ്ങനെ ആ നായ്ക്കിന് പിന്നെ കൽനായ്ക്ക്, ഗുരു, ചേല എന്നൊക്കെ പറഞ്ഞ് കുറേ സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് ഒരു ദിവസം ചിലപ്പോൾ വരുമാനം കിട്ടും. അത്രയും പവർഫുൾ. അവർ മണി ലെൻഡേഴ്സ് ആണ്, പലിശക്ക് പൈസ കൊടുക്കുന്നത്. നോർത്തിലൊക്കെ പണ്ട് കേരളം ട്രെയിൻ കേരളം വിട്ട് കഴിഞ്ഞാല് കേറും, പിന്നെ നമുക്ക് അറിയുന്ന ഒരു സാധനം കൈമുട്ടി ഇങ്ങനെ വരും. നമുക്ക് ആ ഒരു ഇതാണല്ലോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവരെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് വരെ പൈസ കടം കൊടുക്കുന്ന ഹിജഡകളുണ്ട് തമിഴ്നാട്ടിലും
ബോംബെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ക്രിമിനൽ ആ പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ടാവും ഇവരിൽ തന്നെ. എന്നിട്ട് ഇവരെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് ചത്താലോ കൊന്നാലോ ഒക്കെ ഇവരാണ് ഏൽപ്പിക്കുക. ഇവരെന്നിട്ട് ഈ സെമിത്തേരിയുടെ സ്ലാബ് തുറന്നിട്ട് ബോഡി അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കും, ആരും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന കഥകളൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അവർ. അപ്പൊ ശരിക്കും എന്താണ് അന്തം വിട്ടിട്ടായിരിക്കില്ലേ നിൽക്കുന്നത്? ഇങ്ങനത്തെ കഥകളല്ലേ എക്സ്പോസ്ഡ് ആവുന്നത്? അതെ, കാരണം ആർക്കും അതിന്ന് രക്ഷപ്പെടാൻ പറ്റൂല, ആ ലൂപ്പാണത്. ഇവിടെ ആ കൂട്ടത്തിൽ ഒരാൾ പെട്ടുപോയാൽ അവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കമ്മിറ്റ്മെന്റ് ആണത്. ആ കമ്മിറ്റ്മെന്റ് വിട്ടുപോയാൽ ഇവർ ചേസ് ചെയ്ത് പിടിക്കും. അങ്ങനെയൊക്കെ അത്ര സ്ട്രോങ്. പക്ഷെ കേരളത്തിൽ ഈ സിസ്റ്റം അല്ല. ഇവിടെ ഇൻഡിവിജ്വലാണ്. ഇവിടെ എല്ലാവരും സൂപ്പർ മോഡൽസിനെ പോലെ അല്ലേ ഇവിടുത്തെ ട്രാൻസ് വുമൻസ് ഒക്കെ പറഞ്ഞത്. അവർ പക്ഷെ ഇപ്പോഴും ആ ഹിജഡ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അമ്മ, മകൾ, പഴയ ദിലീപിന്റെ സൂത്രധാരൻ, അതെ അതെ, അതേപോലെ സലീം കുമാർ പോലെ. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യുന്ന. പക്ഷെ ഞാൻ പറയുന്നത് ഒരു മൈനോറിറ്റി ഇതുപോലെ ക്രിമിനൽസ് ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരും കഷ്ടം. ലൈക്ക് എന്താ, ഒരു രണ്ടിൻ്റെ ഇടയിൽ ഒരു ജന്മം കിട്ടി, ആൾക്കാരുടെ കളിയാക്കളി, പരിഹാസം, ആണായി നടന്നുകൂടെ എന്നൊരു കൂട്ടർ, പെണ്ണായിക്കൂടെ എന്നൊരു കൂട്ടർ, പെണ്ണായ കുറ്റം, ആണായ കുറ്റം, ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ജീവിച്ച് തീർക്കുന്ന മനുഷ്യന്മാർ. എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പൈസ വന്നിട്ട് ചോദിച്ചു വാങ്ങുമല്ലോ. ഇപ്പോൾ ജോലിയൊന്നും കിട്ടാതെ ഒരാൾക്ക് സൊസൈറ്റിയിൽ നിന്ന് പൈസയൊന്നും കിട്ടണില്ല എന്നൊരു അവസ്ഥ വന്നാൽ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ? അത് നമ്മൾ ആരെങ്കിലും ഇപ്പോൾ വെക്കുക, അവരെ നമ്മളെ വീട്ടിലൊരു വേലക്കാരനായിട്ട് വെക്കൂല, നമ്മൾ കടയിൽ നിർത്തൂല. നിർത്തിയാൽ തന്നെ അപ്പം തുടങ്ങും, ആ കടയിൽ ആരാ പുതിയ, അങ്ങനെ ആയിരിക്കുമല്ലോ അവളൊക്കെ സമീപനം ഉള്ളത്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് അവർ എഡ്യൂക്കേറ്റഡ് അല്ല. 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഓടിക്കും അവരെ. ഇതാണ് ആളെന്ന് അറിയുമ്പോൾ നാടക്കേടാണല്ലോ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഓടിക്കും. അവർ പിന്നെ ഈ പറഞ്ഞ പോലെ ബെഗേഴ്സിൻ്റെ കൂടെയും ഇങ്ങനെയൊക്കെ കൂടി അവർക്ക് ജീവിക്കണമല്ലോ. അതുകൊണ്ടാണ് അവരൊരു ഫാമിലി സിസ്റ്റം അതിലേക്ക് വന്നു പെടുന്നത്. അവിടെ അച്ഛനുണ്ട്, അല്ല അമ്മ ഉണ്ട്, സഹോദരങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് അവർ. അപ്പോൾ ആ അമ്മക്കൊരു മകളുണ്ടാവുന്നു, ആ മകളെ നോക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവര് കെയറിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവര് നമ്മളിപ്പോൾ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഇവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവർക്ക് ഡാൻസ് ചെയ്യാം, പാട്ട് ഒക്കെ ചെയ്യാം. പക്ഷെ അവർക്കൊരു ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ, വാർദ്ധക്യം, അത് അവർക്ക് ആരും ഉണ്ടാവില്ല ആ സമയത്ത്. നമുക്കൊക്കെ പാരൻസും സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ വൃദ്ധ ഹിജടകളായി കഴിയുമ്പോൾ അവർ നരകിച്ച് മരിക്കേണ്ട ഒരവസ്ഥയായിരിക്കും. അവരെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. പക്ഷെ ആരാ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തക്കാരെ പോലെ ഇപ്പോൾ ആരെങ്കിലും നോക്കുമോ? ഇല്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തേക്കുള്ള ഒരു ഇൻകമാണ് അവർ ഉണ്ടാക്കി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് പൈസ ഉണ്ടെങ്കിൽ ആരും നമ്മളെ നോക്കാനുണ്ടാവും എന്നുള്ള ആ കാര്യം തന്നെയാണ് അവരും പറയുന്നത്. നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ വയസ്സാം കാലത്ത് അസുഖമായി കിടക്കുമ്പോഴൊക്കെ ചികിത്സിക്കാനൊക്കെ പൈസ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് അവർ സേവ് ചെയ്ത് വെക്കുന്നു എന്നുള്ളത്. കേരളത്തില് യാത്ര ചെയ്തിട്ടില്ല നിങ്ങള്? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഇവിടെ ഒരു ഇങ്ങനെ അതിശയിപ്പിക്കുന്ന ഒരു സാധനം തോന്നിയിട്ടില്ല? അതോ നമ്മളെ കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല? ഇല്ല, നമ്മളെന്നും കാണുന്നോണ്ടായിരിക്കും നമുക്കൊരു അത്ഭുതം. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തും അത്ഭുതമാണല്ലോ ഇവിടെ. അതെ, ഇപ്പൊ അടുത്തൊരു പുറത്തുനിന്ന് വന്നൊരാൾ പറഞ്ഞു, നിങ്ങളെന്താ കാട്ടിനുള്ളിൽ താമസിക്കുക? അതെ അതെ. എൻ്റെ വീട്ടിലേക്ക് ഫോറിനേഴ്സിനെ കൊണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതെന്താ ജംഗിളാണല്ലോ, നമ്മൾ തെങ്ങിന്റെ ഇതൊക്കെ വലിയ മരല്ലേ, നമ്മളതിന്റെ ഇടയിൽ വീടൊക്കെ വെച്ചിട്ട്. അതെ, അതവർക്ക് തോന്നിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് എന്നും കാണുന്ന ഒരു സാധനത്തിനൊരു കൗതുകം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. കേരളത്തിൽ എനിക്ക് അങ്ങനെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇനി പുറത്ത് പോവാണെങ്കിൽ എവിടേക്ക് പോകാനാണ് കൂടുതൽ താല്പര്യം? ഇപ്പൊ വേറെ കോണ്ടിനെന്റും ഇതൊക്കെ ഇപ്പൊ ശരിക്കും വേൾഡ് തുറന്നു കിടക്കുകയാണല്ലോ. ആർക്കും എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എവിടേക്കും എത്തിപ്പെടാന്നുള്ളടത്താണ്. ഞാൻ ആഫ്രിക്കയാണ് ഇനി സെലക്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി വളരെ റിമോട്ടായിട്ടുള്ള ബറൂണ്ടി, യുഗാണ്ട, അങ്ങനത്തെ കൺട്രീസിന്റെ കൾച്ചറൊക്കെ ഞാൻ എപ്പോഴും അവരിങ്ങനെ ഫോളോ ചെയ്യലുണ്ട്. ഡോക്യുമെന്ററീസും കാര്യങ്ങളൊക്കെ. അവരെ ഇന്ത്യ ആയിട്ട് കുറെ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട് ആഫ്രിക്കയ്ക്ക്. അപ്പോൾ അത് ഒന്ന് പഠിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇന്ത്യൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് ആഫ്രിക്ക. ഉണ്ട്, ഭയങ്കര വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അതെ, അവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ട്രെയിൻ ഉണ്ടാക്കാനൊക്കെ പോയ അവിടെ തന്നെ നിന്ന് ആഫ്രിക്ക ഇത് മിക്സ് ആയിട്ടുള്ള ആഫ്രോ ഇന്ത്യൻ വേറെ ഒരു ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ
ഉണ്ട് വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ കുറേ എന്താ കുറേ ഹിസ്റ്ററി ഉള്ളൊരു ശരിക്കും ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ എമ്മാര് റിച്ച് സ്ഥലമാണ്. ഭയങ്കര ഹിസ്റ്ററി ഉണ്ടല്ലോ. ഭയങ്കര യൂറോപ്യൻസിന്റെ ഹിസ്റ്ററി കാരണം നമുക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഭയങ്കര മറ്റേ മാലി ആയിട്ടുള്ള കിങ്ഡം ഇതൊക്കെ ഉണ്ടായിട്ടില്ല. എന്ത് മൂസയാണ് റിച്ചസ്റ്റ് മാൻ അതൊക്കെ ആഫ്രിക്കയിൽ നിന്നാണ് വന്നത്. ആഫ്രിക്ക നൈസാണ്. പിന്നെ ലാറ്റിൻ അമേരിക്ക താല്പര്യമില്ലേ? അങ്ങനെ എല്ലാം താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് തുടങ്ങാലോ വിചാരിച്ചിട്ടാ. ഏഷ്യ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് ഓരോ രാജ്യം നമ്മൾ കാണാത്ത എല്ലാം കൗതുകം തന്നെയാണ്. ഒരു രാജ്യവും മോശമുള്ളതില്ലല്ലോ. എനിക്ക് അമേരിക്കനോടൊന്നും വലിയ ഫാസിനേഷൻ തോന്നിയിട്ടില്ല. അതെല്ലാം ബേസ്ഡ് ഓൺ മണി ആയതുകൊണ്ടേ അത്രയ്ക്ക് വലിയ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും യൂറോപ്പിന്റെ അമേരിക്കയിലെ മറ്റേ ടൈം സ്ക്വയറിന്റെ ഉള്ളിൽ കൂടി നടക്കണം എന്ന് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ, കുറെ പൈസ ഉണ്ടായിട്ട്. കാരണം അതൊരു മനസ്സിലായില്ല, ഫുള്ള് ഡിജിറ്റൽ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള പിന്നെ മെക്സിക്കോയാണ് അതിലേറെ കുറച്ചും കൂടി ട്രാവലിങ്ങിനൊക്കെ അടിപൊളി. നമ്മളിതിങ്ങനെ നോക്കേ ഉള്ളൂ, ട്രാവലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. നോക്കാം ഏതെങ്കിലും കാലത്ത് എത്തിപ്പെടുക. ശരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് എന്തെങ്കിലും ഫോളോ ചെയ്യണോ? നമ്മളിപ്പോൾ ഏത് നാട്ടിൽ പോയാലേ എന്താണ് പേടിക്കാതെ ട്രാവല്, നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ പോക്കറ്റ് അടിക്കോ, ഇപ്പൊ നോർത്തിലൊക്കെ പോകുമ്പോ എല്ലായിടത്തും തിരക്കുള്ളിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഉണ്ട്. പക്ഷെ ഞാൻ പോക്കറ്റ് വലിയ ഇതിലൊന്നും നിൽക്കില്ല, ഒരു ഒരു ധൈര്യത്തിൽ അങ്ങ് പോകാല. ഇതുവരെ പോക്കറ്റ് ഒന്നും അടിച്ചിട്ടില്ല. അങ്ങനെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കപ്പോഴും തുണി എടുത്ത് പോയാൽ കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. പോക്കറ്റൊന്നും അടിച്ചിട്ടില്ല ഇതുവരെ. ഒന്നും ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിട്ടാ നമ്മളെ കാണുമ്പോളേ. അതുകൊണ്ട് ആ നാട്ടുകാരനായിട്ടാണോ നിക്കല്? പോയി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ എത്തിക്കഴിഞ്ഞാൽ ടർബന് ധരിക്കും. അങ്ങനെ നടക്കല് അവിടുത്തെ നാട്ടുകാരനാ. അവിടുത്തെ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടും താടിയും ടർബനൊക്കെ വെക്കുമ്പോൾ ശരിക്കും പഞ്ചാബിയാന്ന് തോന്നും. പലരും വിചാരിച്ചിട്ടുണ്ട് ഞാൻ പഞ്ചാബി. എന്നിട്ട് ചിലപ്പോൾ ഞാൻ മുണ്ടെടുക്കും, ടർബൺ കെട്ടും. അപ്പോൾ ആൾക്കാർ പഞ്ചാബി മുണ്ടെടുത്താണല്ലോ മലയാളി അങ്ങനെയൊക്കെ ചോദിക്കുന്നോട്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ ആയിരുന്നു. ടർബൺ കെട്ടിയിട്ട് മുണ്ടെടുത്ത് പോവായിരുന്നു കോളേജിൽ. പഞ്ചാബിൽ വർക്ക് ചെയ്യുന്നത് അറിയോ? ഇല്ലല്ല, അത് നമ്മൾ ആരെങ്കിലും കെട്ടിത്തരണം. ഭയങ്കര പണിയാണത്. നല്ല പണിയുടെ ഏർപ്പാട്, ഭയങ്കര പണിയാണ്. 10-20 മിനിറ്റ് എടുക്കുക സാധനം കെട്ടി ഉണ്ടാക്കണമെങ്കിൽ. പക്ഷെ കെട്ടിയാ നല്ലൊരു സുഖ. ഇന്ത്യയില് മിഡിലൊക്കെ പോയിട്ടുണ്ടോ? മധ്യപ്രദേശ് ഓൾ ഇന്ത്യ ഞാൻ ചെയ്തതാണ്. കുറെ നേരം നിന്നിട്ട് തന്നെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അത്യാവശ്യം നിന്നിട്ടുണ്ട് ഇന്ത്യയില്. എന്താണ് അവിടുത്തെ വൈബ്? എന്താണ് മധ്യപ്രദേശ്? കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മള് നോക്ക് അറിയുന്നുണ്ട് ഓൾമോസ്റ്റ്. അതായത് നോർത്തിനൊക്കെ ഒരേ കൾച്ചർ തന്നെയാണ്. ഉത്തർപ്രദേശിലൊക്കെ പോലെ തന്നെയാണ് മധ്യപ്രദേശും. എല്ലായിടത്തും ഒരേ ഇത് തന്നെയാണ്. ഗ്രാമങ്ങൾക്കൊക്കെ ഒരേ സ്വഭാവമാണ്. ഭയങ്കര അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറേ റിച്വൽസും കുറേ വിശ്വാസങ്ങളും കുറേ മണ്ടത്തരങ്ങളും ഒക്കെ കൂടിയായിട്ടുള്ള കുറേ ജനങ്ങൾ. അതെ. പിന്നെ എന്താണ് ഇനിയിപ്പോ എഴുത്തില് SK പൊറ്റക്കാട് അവാർഡ് കിട്ടിയല്ലോ 2024 അത് എന്താ, എങ്ങനെ ഉണ്ടായിരുന്നു ഫീല്? ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല? ഭയങ്കര സന്തോഷം തോന്നി. അതായത് SK പൊറ്റക്കാട് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനത്തെ പേരിലൊരു സാധനം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഫ്രണ്ട്സൊക്കെ എപ്പോഴും ട്രാവൽ ചെയ്യാറുണ്ടോ കൂടെ? ആ ചങ്ങായിമാരെ കൊണ്ടുപോകല്ല, അതാണ് പ്രശ്നം. അതായത് ഫ്രണ്ട്സായിട്ട് പോവാറുണ്ട് ഒക്കേഷണലി. എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്ക് പിന്നെ അടി കൂടാനേ നേരം ഉണ്ടാവും. ഒരുത്തന് അങ്ങോട്ട് പോകാന്നറിയാം, ഒരുത്തൻ പറയും നമുക്ക് ഇങ്ങോട്ട് പോവാം, ഒരുത്തൻ പറയും നമുക്ക് ഉറങ്ങാം. നമ്മളെ കാര്യമൊന്നും നടക്കൂല. അതുകൊണ്ട് മിക്കവാറും ഉറങ്ങലേ നടക്കുള്ള യാത്രകളൊക്കെ. ഒറ്റയ്ക്കേ ഇഷ്ടമുള്ളൂ. എന്നോട് ഇപ്പം അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ ഞങ്ങളെപ്പോഴും തർക്കമുണ്ടാവണം, എന്തിനാ ഫ്രണ്ട്സ് ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് എന്താന്നുള്ള. ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ലഹരി വേറെ തന്നെയാണ്. നമ്മൾ 4 പേര് പോയി കഴിഞ്ഞാൽ ആ 4 ആൾക്കാർ തമ്മിൽ തമാശ പറയുന്നു, ചിരിക്കുന്നു, കമന്റ് അടിക്കുന്നു, ഇതൊക്കെ തന്നെയാണ്. നമുക്ക് വേറൊന്നും പറയാനുണ്ട്. ആരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒറ്റക്കാവുന്ന സമയത്ത് നമുക്ക് എത്ര നേരം വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അടുത്തുള്ള ഒരാളുടെ എന്താണ് വിശേഷം, ഓക്കെ എവിടെയാണ് വീട്, എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെടുന്നു. അയാൾ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ നമ്മൾ വിളിക്കും, വരൂ വീട്ടിലേക്ക്. ഞാൻ ആ വിളിക്ക് കാത്തിക്കല. അപ്പോൾ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോകും. അങ്ങനെയാണ് പല യാത്രകളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബന്ധങ്ങളായി. അയാളുടെ വീട്ടിൽ പോയി. ബംഗാളിലൊക്കെ പോയ സമയത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു പയ്യനെ
മയൂഖ് എന്നായിരുന്നു അവൻ്റെ പേര്, അലിപ്പൂരിൽ. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ട്രെയിനിൽ ഭയങ്കര തിരക്കുള്ള ട്രെയിനാണ്. അപ്പം എനിക്ക് ബംഗാളി സോങ്സ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ഒരു ബംഗാളി സോങ് ഇങ്ങനെ പ്ലേ ചെയ്ത സമയത്ത് അവൻ പറഞ്ഞു ബംഗാളിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ല മലയാളികൾക്ക് എങ്ങനെയാണ് ബംഗാളി സോങ് അറിയാം? ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ലാംഗ്വേജിലെ സോങ്സ് ഇഷ്ടമാണ്. ഓ റിയലി? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബംഗാളി സോങ്സ് സജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അവന് നല്ല രവീന്ദ്ര സംഗീത് കുറേ സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഥകളൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞ് എനിക്ക് ഇറങ്ങാനായി, ഞാൻ എൻ്റെ വീട് എത്താനായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ റിയലി? ഞാൻ ഇതുവരെ ബംഗാളി ഹൗസ് കയറിയിട്ടില്ല. ആണോ, എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഷുവർ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭൂട്ടാനിലേക്കുള്ള യാത്രയായിരുന്നു. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ ഫാദറും മദറും ഒക്കെ ഭയങ്കര സന്തോഷിച്ച്. എന്തായിരുന്നു ബംഗാളി വീട്ടിലൊക്കെ ഭയങ്കര? അവരുടെ വീട് എന്ന് വെച്ചാൽ വെള്ളം കയറുന്ന സ്ഥലമാണ് ഈ ബംഗാൾ. എപ്പോഴും വെള്ളപ്പൊക്കമായിട്ട് ആൾക്കാർ വരില്ല. അതുകൊണ്ട് തന്നെ 4 കാലിൻ്റെ മുകളിലാണ് ആ വീടുള്ളത്. അതിൻ്റെ അടിയിൽ വെള്ളമാണ്. അപ്പൊ ഒരു കോണി വെച്ചിട്ട് നമ്മൾ കയറി പോകണം അങ്ങോട്ട്. വെള്ളം അടിയിൽ വെള്ളാ. അപ്പൊ അതില് വെച്ചാൽ വെള്ളം എന്ന് വെച്ചാൽ വലിയ വെള്ളമല്ല, ഇറങ്ങിപ്പോയ വെള്ളത്തിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ കുറച്ച് ചളിയിലൂടെ ഒക്കെ നടന്നിട്ട് കോണിയിലൂടെ കയറി പോകണം മുകളിലേക്ക്. എന്നിട്ട് അവരുടെ വീട്ടില് എന്തായിരുന്നു ഉണ്ടാക്കി തന്നത്? വഴുതന, വലിയ വഴുതന ഇങ്ങനെ പൊരിച്ച് പുഴുങ്ങി എന്തോ ആക്കിയൊരു സാധനം തന്നെ. പിന്നെ ഫുഡ് മീന് മസ്റ്റ് ആണല്ലോ ബംഗാളികൾക്ക്, നമ്മളെ പോലെ തന്നെയാണ് അവരും. അങ്ങനെ പിന്നെ അയാളുടെ അച്ഛന് ഇത് ഒരു മൃദംഗോ തബല എന്തോ കൊണ്ടുവന്ന് അയാൾ വായിച്ചു, മോൻ പാടി, അയൽവാസികളൊക്കെ വന്നിരുന്ന് രവീന്ദ്ര സംഗീത് കുറേ പാടി തന്നു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. ഞാൻ യേശുദാസിനെ കുറിച്ച് ചിത്രയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രൗഡായിട്ടുള്ള പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. കേരളം എന്ന് അവർക്ക് ഒരു ഐഡിയ പോലും ഇല്ല കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണോ എന്നൊക്കെ ചോദിക്കണേ. കാരണം അതെപ്പോഴും ചോദിക്കും. ഞാൻ ഈവൻ പഞ്ചാബിൽ പോയപ്പോൾ തന്നെ സ്റ്റുഡൻസിനോട് ചോദിച്ചു ഇവിടുത്തെ പൈസ അവിടെ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചെന്നോട്. അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. എപ്പോഴും ചോദിക്കും കേരളയിൽ ഇവിടുത്തെ പൈസ എടുക്കുമോ, അല്ലെങ്കിൽ കേരള എങ്ങനെ പാസ്പോർട്ട് വേണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും ചില ആൾക്കാർ പുറത്ത് പോകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇന്ത്യയിലെ യൂത്തിനോട് എന്താ എനിക്ക് പറയാനുള്ളത് ലാസ്റ്റായിട്ട്? എന്ത് പറയാനാ? എന്തെങ്കിലും ഒന്ന് പറയേ. നമ്മൾ പറയാൻ ആരെങ്കിലും ആണോ? യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോ ടിപ്പ് കൊടുക്കാമല്ലോ നിങ്ങൾക്ക്. എന്താ ഇപ്പം അവന്മാരോട് പറയാ? ഇവരൊക്കെ ഞാനൊക്കെ ഇപ്പോൾ വാർദ്ധക്യ പെൻഷൻ വാങ്ങാനായ ആളാ. ഇപ്പോൾ യൂത്തൊക്കെ എന്ന് വെച്ചാൽ 10-50 രാജ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അധികം ആൾക്കാർ ഹിച്ച് ഹൈക്കേഴ്സ് ഒക്കെ ആയിട്ട്. അതെ. ഓ ഞങ്ങൾ രണ്ടും പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സെഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മേലോട്ട് നോക്കുക, കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പോഴാണ് മനസ്സിലായത്. എന്തോ ഒരു കൺട്രീസ് ഒക്കെ ആ പയ്യനെ ചെറിയ എന്തൊരു എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ ലൈഫിൽ ഓരോ ദിവസം ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ നമ്മൾ ഫുള്ള് എക്സ്പീരിയൻസ്. അരുണിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു ലഹരിയായിട്ട് ഇങ്ങനെ പോകുന്നത്. അവരോടൊക്കെ നമ്മൾ എന്ത് ഉപദേശിക്കാനാണ്? നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടുമോ നോക്കാം. എല്ലാവരും ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരും സെൽഫ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരുമാണ്. അവരൊന്നും നമ്മൾ ഉപദേശിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്നാല് എന്തെങ്കിലും കുറച്ച് എന്താണ് സ്പോർട്സ് ഉണ്ടോ നിങ്ങൾ പുറത്താർക്കും അറിയാത്ത സ്ഥലങ്ങൾ എന്തെങ്കിലും? സ്പോർട്സ് അതൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വന്നോടുകൂടി എല്ലാവർക്കും എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഈ സ്പോർട്ടൊക്കെ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും. പക്ഷെ എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഉണ്ടാവും നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യാൻ ഒരുപാട് ഉണ്ടാവും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രാജസ്ഥാനിലൊക്കെ ഥാർ മരുഭൂമിയിലുള്ള വീടുകളിലൊക്കെ താമസിക്കാനും അതിനൊക്കെ പറ്റിയത് നമ്മൾ അവരുമായിട്ട് അത്രയും ഇറങ്ങി ചെല്ലുമ്പോഴാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് പരമാവധി ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ലോക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ടിപ്പ്. നമ്മള് അവരുടെ ഇതിങ്ങനെ വിട്ട് പുറമെ ഒരാളായി നിൽക്കാതെ, അതെ, അവരിൽ ഒരാളായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. മരുഭൂമിയിൽ എത്ര നിന്നിട്ടുണ്ട്? മരുഭൂമിയിൽ പോയത് ഒരു പ്രാവശ്യം കുട്ടികളെയും കൊണ്ടുപോയി, കോളേജിലെ പിള്ളേരെയും കൊണ്ടുപോയി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നാണ് രാജസ്ഥാന്റെ വേറൊരു മുഖം ശരിക്കും കാണുന്നത്. അതായത് മരുഭൂമിന്റെ അല്ല, മനുഷ്യന്മാരുടെ. അതായത് ഒരു ജയ്സൽമീറിൽ പോകുന്ന വഴിക്ക് ഒരു സ്റ്റുഡൻറ്റ് ഫുവാദ് എന്ന് പറഞ്ഞ പയ്യന് അസുഖമായി, പനിയായി, ഭയങ്കര പനി.
അപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിൽ ഞാൻ നിന്നോളാം, ബാക്കി എല്ലാവരോടും എക്സ്പ്ലോർ ചെയ്തു. ഞാൻ പോയതാണ്. അപ്പോൾ അവർ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഹോട്ടൽ മുതലാളി കാണാൻ വന്നു. ഹോട്ടൽ മുതലാളി വന്ന് ചോദിച്ചു, എന്താണ് പറ്റിയ, പനിയാണെന്ന് പറഞ്ഞു. ഓക്കെ സാറിൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു നിസാർ. ഓക്കെ, ഇയാളുടെ പേര് ഫുവാദ്. അപ്പോൾ ചോദിച്ചു എല്ലാവരും മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് എല്ലാവരും മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. ഓക്കെ, എത്ര ഹിന്ദു കുട്ടിക്ക് എത്ര ഹിന്ദു ടീച്ചേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ദേഷ്യം കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഹിന്ദു ടീച്ചർ, ഹിന്ദു കുട്ടികൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെല്ലാവരും മനുഷ്യന്മാരായിട്ടേ കാണാറുള്ളൂ, അല്ലാതെ ഹിന്ദു ടീച്ചർക്കൊരു ഹിന്ദു പിന്നെ കുട്ടിയും മുസ്ലിം ടീച്ചർക്ക് ഒരു മുസ്ലിം കുട്ടി അങ്ങനത്തെ ഏർപ്പാട് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ചെക്കന് പനി നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ സർക്കാർ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ചെങ്ങായിനെ വലിച്ചു കെട്ടി അവിടെ ചെന്നപ്പോൾ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞു അവർ നമ്മളെ കാഷ്വാലിറ്റിയിൽ. അപ്പോൾ ആധാർ കാർഡ് എടുത്ത് അവർ നോക്കി, ഫുവാദ് അല്ലേ, മുസ്ലിം ഡോക്ടറാണോ കാണേണ്ടതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഏതായാലും അല്ല നിങ്ങൾ ഫുവാദല്ലേ, അപ്പോൾ മുസ്ലിം ഡോക്ടർ 13-ലുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ നോക്കുമ്പോൾ കുറേ മൊലിയാമാരും പർദ്ദയും അഫ്തയിട്ട ആൾക്കാരുടെ ഒരു വരി. അപ്പോൾ അവിടെ ഞങ്ങൾ കാണിച്ചു മുസ്ലിം ഡോക്ടറുകളെ. അമ്മേ, അതൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാ. എല്ലാത്തിനും ഇങ്ങനെ മതം നോക്കിയിട്ട് ചികിത്സക്ക് വരെ. അതൊക്കെ ഞാൻ ഞാൻ ആൾക്കാർ പറയും തള്ളുകയാണ്, അതൊക്കെ ഞാൻ അപ്പം തന്നെ ലൈവ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ അതിലുണ്ട് ഇപ്പോഴും, മുസ്ലിം ഡോക്ടറും ഹിന്ദു ഡോക്ടറും ആയിട്ടുള്ള വരികൾ. മരുഭൂമിയിലുള്ള അനുഭവം ജയ്സൽമീറിലായിരുന്നു അത്. അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ പോയ സമയത്ത് കുറച്ച് 2 ദിവസമൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഞാൻ പോയ സമയത്ത് എവിടെ നിന്നായിരുന്നത്, ജയ്സൽമീറിന് കുറച്ച് ഉള്ളോട്ട് പോകുമ്പോൾ ഈ ഥാറിൻ്റെ അങ്ങേ അറ്റത്ത് കൽബേലിയ എന്ന് പറഞ്ഞൊരു ട്രൈബ് ഉണ്ട്. കൽബേലിയ അവർ ആക്ച്വലി അവരെന്ന് പറഞ്ഞാൽ സ്നേക്ക് ഡാൻസേഴ്സാണ്. ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ബോളിങ് ഡാൻസ് കളിക്കുക. അത് ശരിക്കും ഇപ്പോൾ അവർ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പെർഫോം ചെയ്യാറുണ്ട് ആ ഡാൻസ്. പക്ഷെ അവർ ഒറിജിനലി എന്ന് വെച്ചാൽ കൽബേലിയ ട്രൈബ്സ് എന്ന് വെച്ചാൽ ജിപ്സീസ് ആണ്, നൊമാഡ്സ് ആണ്. അവർ അങ്ങ് മുതൽ ഇങ്ങോളം യാത്ര ചെയ്ത് ഓരോ സ്ഥലത്ത് തമ്പടിച്ച് പാമ്പിനെ പിടിക്കും, അതിൻ്റെ വിഷം എടുക്കും. ഇതൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. പിന്നെ ഈ വൈൽഡ് ലൈഫ് ആക്ട് വന്നതിന് ശേഷം പാമ്പിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. അപ്പോൾ അവരെന്താ വെച്ചാൽ സ്നേക്ക് ഡാൻസ് ചെയ്യും. ഈ സ്നേക്ക് ഡാൻസ് ഇങ്ങനെ കളിച്ച് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നവരാ. അപ്പോൾ അവരുടെ കൂടെ 2 ദിവസം യാത്ര ചെയ്യാൻ പറ്റി, കൽബേലിയക്കാരുടെ കൂടെ. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കഥകളൊക്കെ കേട്ട് അവരുടെ ആടുകളെയൊക്കെ തെളിച്ച് അവരുടെ കൂടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമി കൂടിയായി പോയത്. അത് വല്ലാത്തൊരു അനുഭവം, ഭയങ്കര അനുഭവമായിരുന്നത്. അപ്പോഴാണ് അവരിങ്ങനെ, അവർക്ക് പരമശിവന് അനുഗ്രഹം കൊടുത്തതാണ് പാമ്പിനെ പിടിച്ചോളാൻ. അങ്ങനെ അവർ ഈ പാമ്പുമായി ബന്ധപ്പെട്ട ജോലികളാണ് അവർ ചെയ്യുക. അങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, എല്ലാം റൂട്ടഡ് ആണ്. അവർക്കൊക്കെ ഓരോ കൾച്ചറൽ റൂട്ട്സ് ഉണ്ട്. ആ റൂട്ടിന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് രസകരമായിട്ട് ഇങ്ങനെ പോയി. ഓക്കെ നിസാർ ഭായ്, നെക്സ്റ്റ് ടൈം ബുക്കിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ബുക്കിനെ പറ്റി നമ്മൾ നെക്സ്റ്റ് ടൈം ഇരിക്കും, ഉടനെ തന്നെ വേണം. അത് ഞാൻ വായിച്ചിട്ട് ഇരിക്കുക. ഇത് ഷോർട്ട് നോട്ടീസിലായോണ്ടാണ് ബുക്കിനെ പറ്റി എല്ലാം പറയാൻ പോയത്. ഓക്കെ, അപ്പോൾ ഇനിയും കാണാം. ഒരു വൈദഹലിനോട് നന്ദിക്ക്. ആരോടാ? ക്യാമറയോട്. എന്താ പറയേണ്ടത്? Why the hell not? ഇല്ല, ഇനി കാണൂലേ? തീർച്ചയായിട്ടും. Why the hell not? Why the hell not?